ഹലോ ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ കാനോട്ട് ടെക്നിക്ക് എന്നുള്ള കാനോട്ട് എന്നൊക്കെ പറയുന്ന ടെക്നിക്കാണ്. അതായത് മാനിഫെസ്റ്റേഷന് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് കൂടിയിട്ടാണ് ഈ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. അന്നേരം ആ ഒരു പവർഫുൾ ടെക്നിക്ക് പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സക്സസ് സ്റ്റോറീസ്, അതായത് നിങ്ങൾ ഇതുവരെ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് മാനിഫെസ്റ്റ് ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്താണ് എന്നൊക്കെ എന്താണെന്ന് ഒന്ന് ഷെയർ ചെയ്യാമോ? ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് പറയാം. നിങ്ങൾക്ക് വീഡിയോ ഓൺ ചെയ്ത് പറയാൻ നല്ലതായിരുന്നു. നിങ്ങൾ ഏറ്റവും കൂടുതൽ വലിയ മാനിഫെസ്റ്റേഷൻ എന്താണ് കൊണ്ടുവന്നത് ലോ ഓഫ് അട്രാക്ഷനിലൂടെ? അത് റിലേഷൻഷിപ്പ് ആണോ? എന്താണ് മാനിഫെസ്റ്റ് ചെയ്തതെന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. കഴിഞ്ഞ തവണ പലരും പറഞ്ഞിരുന്നു സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പേഴ്സണലി പറഞ്ഞിരുന്നു. ആരൊക്കെ എന്തെങ്കിലും ഷെയർ ചെയ്യണ്ടേ ഷെയർ ചെയ്യാം. എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റോറീസ് കാര്യങ്ങൾ ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. എന്തുണ്ടോ സക്സസ് സ്റ്റോറീസ്? പറയട്ടെ. പറഞ്ഞോളൂ. ഞാൻ ഞാൻ അങ്ങനെ എന്നും മാവൻ വിളിക്കണം എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കായിരുന്നു. ആ അപ്പൊ ആദ്യമൊക്കെ അവനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും, അമ്മ ദിവസം ഇപ്പൊ എന്തിനാ വിളിക്കണേക്ക്, ജോലി തിരക്കും കാര്യങ്ങളൊക്കെ അല്ല, ആഴ്ചയിൽ ഞാൻ വിളിക്കൂല, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ സമയം കിട്ടുമ്പോ എന്നൊക്കെ. ഇപ്പൊ 2 ദിവസം മുന്നേ എന്നെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക് എന്ന് വിളിക്കണം, നമ്മുടെ ഫാമിലി നല്ല ഇതിൽ പോണം, അങ്ങനെയൊക്കെ പറയുമ്പോ ഭയങ്കര സന്തോഷായി. ഓക്കെ ഓക്കെ ഓക്കെ, സന്തോഷം. റിലേഷൻഷിപ്പ് സക്സസ് സ്റ്റോറിയാണല്ലേ? ആ ഓക്കെ. പിന്നെ അതുപോലെ ഈ ഇതില്ലേ, പിന്നെ നമ്മളെ മോന് ജോലി കിട്ടി. നമ്മളെ ചന്ദ്രന്റെ ഫുൾ മൂൺ ഡേ. ഫുൾ മൂൺ മെഡിറ്റേഷൻ ചെയ്തിട്ട് പിന്നെ മോന് ജോലി ശരിയായി. ഓക്കെ അത് കുറേ ദിവസം ഇങ്ങനെ ജോലി ഇല്ലാതെ നടക്കായിരുന്നു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞതായിരുന്നു. പിന്നെ മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം ജോലി, ഇപ്പൊ എഞ്ചിനീയർ ആയിട്ട് ജോലി കിട്ടി. ഓക്കെ പിന്നെ ഡിസൈനർ ആയിട്ട്, മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു പാലക്കാട് കഞ്ചിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഓക്കെ, വളരെ സന്തോഷം. ഇതെല്ലാം വേണം. ഇനി ആർക്കെങ്കിലും ഷെയർ ചെയ്യണ്ട ഇതേപോലുള്ള സക്സസ് സ്റ്റോറീസ്? കാരണം എന്തുകൊണ്ടാണ് ഷെയർ ചെയ്യാൻ ആവശ്യപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്ക് ഒരു പോസിറ്റീവ്, എനിക്കും അതോടൊപ്പം തന്നെ ഗ്രൂപ്പിലുള്ളവർക്ക് ഒരു പോസിറ്റീവാണ്. ആർക്കെങ്കിലും ഷെയർ ചെയ്യണ്ടേ ഷെയർ ചെയ്യാം. എന്തെങ്കിലും ആർക്കെങ്കിലും? ഓക്കെ, അന്നേരം ആദ്യം തന്നെ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് അനിവിന്ദ് എന്നാണ്. ഇതിൽ പലർക്കും അറിയായിരിക്കും. ഞാൻ ഏകദേശം 4-5 വർഷമായി യൂട്യൂബ് ചാനൽസും കോഴ്സുകളും കാര്യങ്ങളും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ മാനിഫെസ്റ്റേഷനിൽ ഏറ്റവും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു, ചിലപ്പം ഞാൻ പറഞ്ഞിരുന്നു നമ്മളെ ക്ലാസ്സിൽ ചരട്, നിങ്ങൾ കൈ കെട്ടുന്ന ഒരു ചരട് വേണമെന്നുള്ള. ജസ്റ്റ് ചിലപ്പം പലർക്കും ഈ ഒരു ചരട് കയ്യിൽ വേണമെന്നില്ല. എന്നാലും ഇപ്പം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ജസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ചരടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം നമ്മളെ സ്റ്റിച്ചിങ്ങിലുള്ള നൂലുണ്ടാവില്ല, അതൊന്ന് ജസ്റ്റ് ബെൻഡ് ചെയ്തിട്ട് കുറച്ച് മടക്കി വെക്കുകയാണെങ്കിൽ കുറച്ച് കട്ടിയുള്ള ഒരു നൂലായിട്ട് കിട്ടും. ഇതാണ് നമുക്ക് വേണ്ടത്. ഇതിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ്. അതായത് ഈ ഒരു കയറ്, ഇപ്പം കൈ കെട്ടുന്ന ഒരു കയറ്, ഒരു ചരട് എന്ന രീതിയിൽ. അന്നേരം ഇതിൽ വേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വീണ്ടും പറയുകയാണ്, ഈ ഒരു ചരട് നിങ്ങൾക്ക് ഇപ്പം കയ്യിലില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ കാര്യങ്ങളോ അടുത്തായിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കയറൊന്ന് ജസ്റ്റ് ഒന്ന് സംഘടിപ്പിക്കുക. ഓക്കെ, ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ കാണുന്ന വ്യക്തികളാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിലോ വീട്ടിലോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ കയറി വെക്കുക. കാരണം ഇതെന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പം എത്ര പേര് ഇതിൽ റിലീജിയസ് ആയിട്ട് അമ്പലങ്ങളിൽ പള്ളികളിൽ പോയിട്ട് ചരടുകൾ കെട്ടാറുണ്ട്? ഓതിയും വെഞ്ചരിച്ചും അതേപോലെ തന്നെ പൂജിച്ചും എല്ലാം കയറി പണ്ടൊക്കെ കെട്ടിയിട്ടുണ്ടോ? ആരെങ്കിലും കെട്ടിയിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് പറയാം. ഓക്കെ, എന്താണ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായത്? എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, എന്താണ് അത്? അതുകൊണ്ട് എന്ത് ഗുണമാണ് നിങ്ങൾക്ക് കിട്ടിയത്? കോൺഫിഡൻസ് കൂടും നമ്മൾ അതിൽ വിശ്വസിക്കുന്നത് കൊണ്ട്. അപ്പൊ നമുക്ക് കാര്യങ്ങൾ ചെയ്ത് അത് കിട്ടുമ്പോൾ നമ്മൾ അതിലേക്ക് വിശ്വാസം കൂടുതൽ വരുമല്ലോ. അതെ, നല്ല കാര്യം. ഓക്കെ, ബാക്കി ഏതെങ്കിലും മീൻസ് അമ്പലങ്ങളിലോ പള്ളികളിലോ പോയിട്ട് പൂജിച്ചോ ഓതിയോ കിട്ടിയ ചൈൽഡ് കൊണ്ട് എന്തെങ്കിലും ഒരു ചിലപ്പോൾ എക്സാമിന് പാസ്സായത്, അങ്ങനത്തെ എക്സ്പീരിയൻസ് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടോ ആർക്കെങ്കിലും? ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. യെസ് എന്ന് പറയാതെ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങളെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ നല്ലതായിരുന്നു.
വേറെ ഇത് പേടി മാറാനൊക്കെ നമ്മള് ഉപയോഗിച്ചിരുന്നു. ഓക്കെ, ശരി. പിന്നെ വേറെ എന്താ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായത്? ഇതേപോലെ ചൈൽഡുകളോ കാര്യങ്ങളോ കെട്ടിയിട്ട് എന്തൊക്കെയാണ് നടന്നത്? എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും എക്സാമിന് പോകുന്നതിന് മുന്നേ ഒന്നെങ്കിൽ പള്ളിയിലോ അല്ലെങ്കിൽ അമ്പലങ്ങളിലോ പോയിട്ട് ഓതിയും അല്ലെങ്കിൽ എന്തെങ്കിലും പൂജിച്ചെല്ലാം തന്നെ ചൈൽഡ് കെട്ടാറുണ്ടായിരുന്നു. അത് ബ്ലാക്ക് കളർ, വൈറ്റ് കളർ എന്നൊക്കെ രീതിയിൽ. അത് തങ്ങൾമാരടുത്തവും അല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ പൂജ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് തന്നെ പോകും. അതിന് കിട്ടുന്ന സമയത്ത് നമുക്കൊരു വിശ്വാസമാണല്ലേ, ബേസിക്കലി ഇതൊരു വിശ്വാസമാണ്. അന്നേരം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കെനോ ടെക്നിക്ക് എന്ന് പറയുന്ന ഈ ഒരു ടെക്നിക്ക്, നോ ടെക്നിക്ക് എന്ന് എനിക്ക് ഈ ചരട് പറ്റില്ലേ? ഈ ചരട് പറ്റും, ചരട് മതി, ആ കയ്യിൽ ഓൾറെഡി ചരട് ഉണ്ടല്ലോ. ഓക്കെ, നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഒരു സ്പെഷ്യലായിട്ട് ഇപ്പം തന്നെ ഇത് വീണ്ടും പറയുകയാണ്, ഇതെല്ലാം തന്നെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതാണ്. ഇതേപോലെ ഇങ്ങനെ ഞാൻ പള്ളിയിലെ അച്ഛന്മാർ, അതോടൊപ്പം തന്നെ ഉസ്താദ്, പിന്നെ പൂജാരിമാർ, അവർ പേഴ്സണൽ കൺസൾട്ടേഷൻ വരുന്ന സമയത്ത് ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾ എന്തൊക്കെയാണ് മാനിഫെസ്റ്റേഷൻ ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. എന്നാൽ അവർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രങ്ങൾ ഉപയോഗിച്ച് അവരെന്ത് ചെയ്യും, ഇതേപോലെ ഉരുകയറ്റും അല്ലെങ്കിൽ കെട്ടിടുക എന്ന് പറയും. അന്നേരം ഇതേ കാര്യം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, മാനിഫെസ്റ്റേഷൻ ഉപയോഗിക്കാൻ സാധിക്കും. അന്നേരം നിങ്ങൾ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡ്രീം ജേണൽ എടുക്കുക, ഡ്രീം ജേണൽ എല്ലാവരും എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ പ്രധാനപ്പെട്ട ആഗ്രഹം എന്താണ് അതൊന്നും എടുക്കുക. അതായത് വളരെ എളുപ്പവും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേഗം നടക്കേണ്ടതായിട്ടുള്ള ആഗ്രഹം അത് ഏതാണെന്ന് നോക്കുക. ഓക്കെ, ഏതാണ് ആഗ്രഹം നിങ്ങൾക്ക് വളരെ എളുപ്പം നടക്കണ്ടേ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് എൻഗേജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കമന്റ് ചെയ്തോളൂ. ജോബ്. ഓക്കെ, സിന്ധു ജോബ് എന്നാണ് പറഞ്ഞത്. ലോൺ ക്ലോസ് ചെയ്യണം. ഈ ലോൺ ക്ലോസ് ചെയ്യണം എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് പണം സമ്പാദിക്കണം, അല്ലെങ്കിൽ പണം മാനിഫെസ്റ്റ് ചെയ്യണം, ബിസിനസ് ഗ്രോത്ത് ചെയ്യണം, കടം തീരണം, അങ്ങനത്തെ വേർഡ്സ് ഉപയോഗിക്കല്ലേ ദയവായിട്ട്. എല്ലാ വീഡിയോസിലും പറയുന്ന ഒരു കാര്യമാണ് കടം എന്നൊക്കെ രീതി. 2 ലക്ഷം, ഓക്കെ, മോൻ്റെ മാരേജ്, 5 ലക്ഷം കിട്ടണം, ഓക്കെ, റിലേഷൻഷിപ്പ്, ജോബ് സക്സസ്, ബിസിനസ് ഗ്രോത്ത്. കടം, ലോണ് എന്നുള്ള വേർഡ്സ് ഉപയോഗിക്കാതിരിക്കുക. ധനവരവ് ഉണ്ടാവണം. വരവ് എന്ന് പറയുന്നതിനെക്കൂടെ ഉപയോഗിച്ച് എത്ര ധനം വേണമെന്ന് എഴുതി വെച്ചോളൂ. 60,000 രൂപ ഹൗസ്. ഓക്കെ, അന്നേരം ഇതിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ജസ്റ്റ് ക്യാഷ് എന്ന് പറയുന്നത് എത്ര എമൗണ്ട് ആണ് വേണ്ടത് എന്നൊക്കെയുള്ള സ്പെസിഫിക് ആയിട്ട് എഴുതി വെക്കുക. എപ്പോഴും എല്ലാ വീഡിയോസിലും പറയുന്ന കാര്യമാണ്, ലൈവ് ക്ലാസ്സിലും തന്നെ പറയുന്ന കാര്യമാണ്, സ്പെസിഫിക് ആയിട്ട് ചെയ്യണം എന്നുള്ളത്. കാരണം മാനിഫെസ്റ്റേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്വലൈസേഷനാണ്. വിഷ്വലൈസേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ക്ലാരിറ്റി നമുക്ക് വേണം. ഓക്കെ, എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം. 5 ലക്ഷം എൻഗേജ്. ഓക്കെ, 20 ലക്ഷം എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവരും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മെഡിറ്റേഷൻ ചെയ്യാൻ പോവാണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് ഞാൻ ബൈനറി മ്യൂസിക്, ഒരു പവർഫുൾ ആയിട്ടുള്ള ബൈനറി മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇതിൽ കെട്ടിടാൻ പോകുന്നത്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എൻ്റെ ആഗ്രഹിച്ച ആ ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ പ്രൈവറ്റ് ജോലി, ആ ഒരു ഹാപ്പിനെസ്സിൽ ഞാൻ എന്ത് ചെയ്യും, ഫസ്റ്റ് കെട്ടിടും. അതേപോലെ നമ്പർ പറയും, ഓരോരോ 2 എന്ന് പറയുന്ന നേരം എന്ത് ചെയ്യുക, നിങ്ങളിത് കെട്ടിടുന്ന സമയത്ത് നേരെ പിടിച്ച് കെട്ടുകയല്ല ചെയ്യുന്നത്. അത് കെട്ടുന്ന സമയത്ത് അത് ഹാപ്പിനെസ്സോടെ കെട്ടുക. 21 ടൈംസ് ആണ് നമ്മൾ ഇതിൽ കെട്ടിടാൻ പോകുന്നത്. ഓക്കെ, കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അന്നേരം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ചെറുങ്ങനെ ഓരോന്നും എന്ത് ചെയ്യുക, കെട്ടിടുക. ഇത് കെട്ടിട്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് കയ്യിലേക്ക് കെട്ടണം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരു റിമൈൻഡറാണ്. ഓക്കെ, ഇത് കൈ കെട്ടിയതിനാണ്, ഇത് എൻ്റെ ഡ്രീം ഉണ്ട്. ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളെ റിമൈൻഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മാനിഫെസ്റ്റേഷൻ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിരന്തരമായിട്ടുള്ള ചിന്തയാണ്. നമ്മളെന്ത് ചെയ്യും, ഈ ഒരു കയറ് കയ്യിൽ കിടക്കുകയാണെങ്കിൽ ഓക്കെ എന്തിനാണ് ഇത് കൈ കെട്ടിയത്, എൻ്റെ ഡ്രീം ജോബിന് വേണ്ടിയിട്ട്. ഓക്കെ, ഡ്രീം ജോബെന്ന് ചിന്തിക്കും. അന്നേരം അതിൻ്റെ സാഹചര്യം കാര്യങ്ങളും വരും, നമ്മൾ അതിന് വേണ്ടി വർക്ക് ചെയ്യാൻ ശ്രമിക്കും. ഇപ്പം ബിസിനസ്സിലെ ഗ്രോത്ത്, റിലേഷൻഷിപ്പാണ്. ഓക്കെ, ആ വ്യക്തിയായിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് ഓർക്ക് ചെയ്യാൻ സാധിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ടാവും അല്ലേ. അന്നേരം നമ്മൾ കെട്ടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ
നിങ്ങൾ കെട്ടുന്ന സമയത്ത് ഫീലിങ്ങോടെ വേണം കെട്ടാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ കെട്ടിയിട്ട് 21 തവണ കെട്ടുക എന്നുള്ളതല്ല, അത് ഓരോ തവണ കെട്ടുന്നേരം നിങ്ങൾ എന്തിനും ആ ഒരു ആഗ്രഹം, ആ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം. ഇതിൽ പ്രധാനപ്പെട്ട പലരും സഹോദരൻ്റെ കല്യാണം, അന്നേരം സഹോദരൻ്റെ കല്യാണമാണെങ്കിൽ നല്ലൊരു പങ്കാളി കല്യാണം കഴിയുന്നത്, അതോടൊപ്പം തന്നെ വീട്ടിലെ ഫങ്ഷൻസ്, പിന്നെന്താണ് റിസപ്ഷൻ, സൽക്കാരം, അവർ യാത്രകൾ പോകുന്നത്, അവർ നിങ്ങളെ വീട്ടിലേക്ക് വരുന്നത്, സഹോദരൻ വീട്ടിലേക്ക് വരുന്നത്, 25 ലക്ഷമാണ്, ആ 25 ലക്ഷം ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നത്, അതോടൊപ്പം തന്നെ അതിനെ എക്സ്പീരിയൻസ് ചെയ്യുക. അങ്ങനെ ഓരോ കാര്യങ്ങളായിരിക്കണം നിങ്ങൾ ആലോചിച്ച് കെട്ടേണ്ടത്. അതായത് ഓരോ തവണ കെട്ടുന്ന സമയത്തും ആ ഹാപ്പിനെസ്സോടെ കെട്ടണം. ക്ലിയർ ആയോ നിങ്ങൾക്ക്? എല്ലാവരും ക്ലിയർ ആയോ? എൻ്റെ ഡൗട്ട്സിൻ്റെ ചോദിച്ചോളൂ. ക്ലിയർ ആയോ? ക്ലിയർ എന്നുണ്ടെങ്കിൽ ക്ലിയർ എന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഡൗട്ട്സ് ഉണ്ട് ഇപ്പം ചോദിച്ചോളൂ. 21 തവണ നമ്മൾ തന്നെ കെട്ടണം. അതെ, നമ്മൾ തന്നെ കെട്ടണം. ഇത് നമ്മൾ എന്ത് ചെയ്യും? ഇപ്പം 1-ാം തവണ ഇത് വെച്ചു, 2-ാമത്തെ തവണ, പിന്നെന്ത് ചെയ്തു? 3-ാമത്തെ തവണ, ഇങ്ങനെ അങ്ങനെ 21 തവണ കിട്ടും. ക്ലിയർ ആയില്ലേ? ക്ലിയർ ആണെങ്കിൽ എൻ്റെ ഡൗട്ട്സിൻ്റെ ചോദിച്ചോളൂ. ക്ലിയർ ആയെങ്കിൽ ക്ലിയർ എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. യൂട്യൂബ് ചാനൽ കാണുന്ന ഒന്നുകൂടി പറയാമോ? ഓക്കെ, ഒന്നുകൂടി ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. എത്ര വേണേലും പറയാം, ഒരു ടെൻഷനുമില്ല. അത് തന്നെ നമ്മുടെ ഡ്രീം ചാനലിലെ ഏറ്റവും വളരെ പെട്ടെന്ന് നടക്കേണ്ട ഒരാഗ്രഹം തിരഞ്ഞെടുക്കുക. അത് സ്പെസിഫിക് ആയിരിക്കണം. ഇപ്പോൾ 20 ലക്ഷം രൂപ എന്നല്ല, 20 ലക്ഷം രൂപ എങ്ങനെയാണ് വരേണ്ടത്, ഏത് രീതിയിൽ വരണം എന്നൊക്കെ രീതിയിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുക. പണം ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആ വ്യക്തിയായിട്ട് ഏത് തരം ഫ്രണ്ട്ഷിപ്പാണോ, പ്രണയബന്ധമാണോ, അതെല്ലാം തന്നെ വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ട് ഒരു തവണ ഞാൻ പറയും, ഇപ്പോൾ 1 എന്ന് പറയും, അത് നിങ്ങൾ എന്തെങ്കിലും കെട്ടണം, പിന്നെയും വിഷ്വലൈസേഷൻ ചെയ്യാൻ പറയും. അന്നേരം അത് ആ വ്യക്തിയായിട്ടുള്ള ഹണിമൂൺ, ഇപ്പം ഇങ്ങനെ നിങ്ങൾ മാരേജ് റിലേഷൻഷിപ്പാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഹണിമൂണ്, നിങ്ങൾ ട്രിപ്പ് പോകുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് ജോലിയാണെങ്കിൽ ഏത് കളർ വേണേൽ പറ്റും. കയ്യിൽ എന്ത് ചെയ്യുക? ഒരു സ്പെഷ്യൽ കളർ ആക്കുക. ഇപ്പം കയ്യിൽ കുറേ ചൈൽഡ് ഉണ്ടെന്ന് കരുതുക. നിങ്ങൾ ഓൾറെഡി അമ്പലങ്ങളിലും പള്ളിയിലും പോയിട്ട് കുറച്ച് ചൈൽഡ് കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ ചൈൽഡ് കൈ കെട്ടേണ്ട ആവശ്യമില്ല. നിങ്ങൾ കളർഫുള്ളായിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ്, ഇപ്പം നിങ്ങളുടെ കയ്യിൽ കുറേ ബ്ലാക്ക് കളർ ഓൾറെഡി ഉണ്ടെങ്കിൽ റെഡ് കളർ വെക്കുക, അതൊരു സ്പെഷ്യലായി മാറും അല്ലേ. അങ്ങനെയുള്ള കളർ വെക്കുക. കറുത്ത ചൈൽഡ് മതിയോ? ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ വേറെ ചൈൽഡ് ഇല്ലെങ്കിൽ കറുത്ത ചൈൽഡ് മതി. ഇപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ നൂല് മതിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പോൾ പ്രസൻ്റ്ലി അത് മതിയാവും. ഓക്കെ, സാധാ കെട്ടല്ലേ, നോർമൽ കെട്ട് തന്നെ. ഞാൻ പറഞ്ഞല്ലോ, ഇതേപോലെ തന്നെ ഇങ്ങനെ ഉസ്താദന്മാരും തങ്ങൾമാരെല്ലാം തന്നെ കോണ്ടാക്ട് ചെയ്യുന്ന സെയിം ചൈൽഡിലാണ് കെട്ടുക, കറുത്ത ചൈൽഡിൽ. അതിൽ സങ്കല്പ ശക്തിയാണ്. അന്നേരം അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ തവണ കെട്ടുന്ന സമയത്ത് മന്ത്രങ്ങൾ, അത് ഇസ്ലാമിക മന്ത്രമാകട്ടെ, അത് ഇങ്ങനെ ഏതെങ്കിലും ഹിന്ദു മന്ത്രമാകട്ടെ, അതെല്ലാം ഇങ്ങനെ പ്രാർത്ഥിച്ച് അത് സങ്കല്പം ചെയ്തിട്ടാണ് അവർ കെട്ടുക. അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങളെ സങ്കല്പമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, അല്ലാതെ കെട്ടുന്നതിലല്ല കാര്യം കേട്ടോ. ഇപ്പം ക്ലിയർ ആയോ? റെഡ് മതിയോ? റെഡ് മതി. ക്ലിയർ ആയില്ലേ? ഓക്കെ, യെസ്. ഇനി നമ്മൾ ചെയ്യാൻ പോവാണ്. ഓക്കെ, നേരം സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. നമ്മള് 21 കെട്ടിന് 21 ആഗ്രഹങ്ങളാണോ? അല്ല, ഒരാഗ്രഹമാണ്. ഒരു ആഗ്രഹത്തിനെ പറ്റിട്ട് തന്നെയാണ് നമ്മള് 21 ഒരു 20 നമ്മൾ അത് സങ്കല്പിച്ചുകൊണ്ട് അത് കെട്ടുകെട്ടുകയാണ് ചെയ്യുന്നത്. ശരി. ഓക്കെ, ക്ലിയർ ആയില്ലേ? നേരം ഒക്കെ 1 കോടി ലോട്ടറി അടിക്കണം. ആ ലോട്ടറി അടിക്കണമെങ്കിൽ ലോട്ടറി അടിക്കുന്നതും അവിടെ പോയിട്ട് എടുക്കുന്നതും ആ പണം കിട്ടുന്ന എല്ലാം തന്നെ ഫീൽ ചെയ്തുകൊണ്ട് കെട്ടിക്കൊണ്ടിരിക്കുക. 1, 2, ഞാൻ 1, 2, 3, 4, 5 എന്ന് പറയാം. നേരം ഓരോ തവണ കെട്ട് കേട്ടോ. നിങ്ങൾ ചെയ്യേണ്ടത്, മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യം, കയ്യിൽ വാച്ചോ കാര്യങ്ങളുണ്ടെങ്കിൽ അയച്ചു വെക്കുക, നട്ടലിൽ നിർത്തിയിരിക്കുക. ഇങ്ങനെ ഇയർഫോൺ ഉണ്ടെങ്കിൽ ഇയർഫോൺ ഉപയോഗിക്കാം. ബൈനറി മ്യൂസിക്കാണ് പ്ലേ ചെയ്യുന്നത്, അത് ക്ലിയർ കട്ടായിട്ട് കിട്ടും നിങ്ങൾക്ക് നിങ്ങളെ കാതിലേക്ക്. ഞാൻ പറയുന്ന ഗൈഡൻസിലേക്ക് വെക്കുക. കയ്യിൽ ചൈൽഡ് വേണമെങ്കിൽ ഒരു കയ്യിൽ പിടിക്കാം. കണ്ണുകൾ തുറന്നിട്ട് കെട്ടേണ്ട ആവശ്യമില്ല. ശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം സാവധാനം പുറത്തേക്ക് വിടുക.
ഓരോ ശ്വാസനിശ്വാസവും ശരീരം കൂടുതലായിരുന്നതായി സങ്കല്പിക്കുക. എൻ്റെ മനസ്സും ശരീരവും ആത്മാവും പൂർണ്ണമായും ശാന്തമാണ്. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും ശ്രദ്ധിക്കുക. തലയുടെ മുകൾ ഭാഗം, കണ്ണ്, ഇരു ചെവികളും, നിങ്ങളുടെ ചുണ്ട്, മുഖം മുഴുവനായും ശ്രദ്ധിക്കുക. നിങ്ങളുടെ ശ്രദ്ധ കഴുത്തിലേക്ക് കൊണ്ടുവരിക. ഇരു കൈകളെയും നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഹൃദയഭാഗം, വയറ്, നിങ്ങളുടെ ലൈംഗിക അവയവങ്ങൾ, നിങ്ങളുടെ കാല് പൂർണ്ണമായും ശ്രദ്ധിക്കുക. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? പണമാണോ? അതോ ജോലിയാണോ? ഒരു വീടാണോ? അതെന്തുമാവട്ടെ, അതിനെ കാണാൻ ശ്രമിക്കുക. അതിനെ ഈ നിമിഷത്തിൽ നിങ്ങൾ അനുഭവിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ആ ഒരു വലിയ സ്വപ്നം എന്താണ്? ആ സ്വപ്നത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ആ ഒരു സ്വപ്നം ഈ നിമിഷത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ശരീരം മുഴുവനായും ആ ഒരു സന്തോഷത്തിൽ നിൽക്കുന്നതായി സങ്കല്പിക്കുക. ആ ഒരു സന്തോഷം നിങ്ങളുടെ മുഖത്ത് കൊണ്ടുവരിക. പണമാണെങ്കിൽ ആ പണം നിങ്ങൾ എങ്ങനെയാണ് വിനിയോഗിക്കാൻ പോകുന്നത്? ജോലിയാണെങ്കിൽ ആ ഒരു ജോലി എങ്ങനെയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? അതെല്ലാം തന്നെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഈ നിമിഷത്തിൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുക.
ഓരോ ഇന്ദ്രിയങ്ങളിലേക്കും അതിനെ ആസ്വദിക്കുക. ഈ നിമിഷത്തിൽ അത് സ്വപ്നമല്ല, അത് നടന്നിരിക്കുന്നു. ആ ഒരു സ്വപ്നം പൂർണ്ണമായും നിങ്ങൾ കാണുകയാണ്, അതിനെ ആസ്വദിക്കുകയാണ് ഓരോ നിമിഷവും. നിങ്ങളുടെ മുഖത്ത് ഇളം പുഞ്ചിരി കൊണ്ടുവരിക. ശരീരത്തിലെ ഓരോ കോശങ്ങളും അതിനെ ആസ്വദിക്കുകയാണ്, അതിനെ അനുഭവിക്കുകയാണ്. നിങ്ങളുടെ ശരീരം മുഴുവനായും അതിൻ്റെ സന്തോഷത്താൽ നിറയുകയാണ്. നിങ്ങളുടെ കയ്യിലെ ദിവ്യമായ ആ ഒരു ചരട് കയ്യിലേക്ക് എടുക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ദൈവത്തോട് അഥവാ പ്രപഞ്ചശക്തിയോട് നിങ്ങൾ നന്ദി പറയുക. എൻ്റെ ആഗ്രഹം നടന്നതിന് ഞാൻ നന്ദി പറയുന്നു. നിങ്ങളുടെ ചരടിൽ ഒരു കെട്ടിടുക. എൻ്റെ ആഗ്രഹത്തിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. രണ്ടാമത്തെ കെട്ടിടുക. ഓരോ നിമിഷവും ഞാൻ ആസ്വദിക്കുകയാണ് എൻ്റെ സ്വപ്നത്തെ. മൂന്നാമത്തെ കെട്ടിടുക. എൻ്റെ ആ സ്വപ്നം സ്വപ്നമല്ല, മറിച്ച് സത്യമാണ്. സന്തോഷത്തോടെ കൂടെ നാലാമത്തെ കെട്ടിടുക. എൻ്റെ ജീവിതത്തിൽ എന്നും അനുഗ്രഹങ്ങൾ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. അതിനെല്ലാം തന്നെ ഞാൻ പ്രപഞ്ചസൃഷ്ടാവിനോട്, ഞാൻ വിശ്വസിക്കുന്ന ആ ഒരു ദൈവികമായ ചൈതന്യത്തോട് ഞാൻ നന്ദി പറയുന്നു. അതേപോലെ എൻ്റെ ആ സ്വപ്നം ഈ നിമിഷത്തിൽ നടത്തി തന്നതിന് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ആറാമത്തെ കെട്ടിടുക. അതെ, എൻ്റെ ജീവിതം എല്ലാം തന്നെ സന്തോഷം മാത്രമാണ്. ഞാൻ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും എനിക്ക് നേടിയെടുക്കാനുള്ള ശക്തി എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് സ്ഥിതി ചെയ്യുന്നു. അതിനെ ഞാൻ അനുഭവിക്കുകയാണ്. എട്ടാമത്തെ കെട്ടിടുക. എൻ്റെ കഴിവ്, എൻ്റെ ഊർജം, എൻ്റെ വൈബ്രേഷൻ എല്ലാം തന്നെ ഉപയോഗിച്ച് ഞാൻ ആ സ്വപ്നം സ്വന്തമാക്കുക തന്നെ ചെയ്യും. എട്ടാമത്തെ കെട്ടിടുക. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളിലൂടെയാണ് ഞാൻ ഈ നിമിഷത്തിൽ കടന്നു പോകുന്നത്. അതിന് പ്രപഞ്ചശക്തിക്ക് ഞാൻ നന്ദി പറയുകയാണ്. അതേപോലെ ആ സ്വപ്നം ഈ നിമിഷത്തിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഒൻപതാമത്തത്, എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കാരണം എൻ്റെ ഉള്ളിലുള്ള ദൈവികമായ ചൈതന്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ ചൈതന്യം തന്നെ എൻ്റെ ആഗ്രഹം ഈ നിമിഷത്തിൽ നടത്തി തരുന്നതാണ്. പത്താമത്തെ കെട്ടിടുക. എൻ്റെ ഒരു ആഗ്രഹം വെറും ആഗ്രഹമല്ല, മറിച്ച് അതിനെ ഞാൻ അനുഭവിക്കുന്നു എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച്.
11ാമത്തെ കെട്ടിടുക. എൻ്റെ ഗുരുക്കന്മാർക്കും എൻ്റെ രക്ഷിതാക്കൾക്കും എൻ്റെ ചുറ്റുമുള്ള എല്ലാ ഊർജവനങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. നന്ദി, നന്ദി, നന്ദി. 12ാമത്തെ കെട്ടിടുക. ഈ പ്രകൃതിയിലെ എല്ലാ ചരാചരങ്ങൾക്കും ഞാൻ നന്ദി പറയുകയാണ്. എൻ്റെ ജീവിതം മനോഹരമാണ്. എല്ലാത്തിനും നന്ദി, നന്ദി, നന്ദി. 13ാമത്തെ കെട്ടിടുക. നിങ്ങളുടെ ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടുക. ആ ഒരു ആഗ്രഹത്തെ വീണ്ടും മനസ്സിലേക്ക് കൊണ്ടുവരിക. മുഖത്ത് ഇളം പുഞ്ചിരി കൊണ്ടുവരിക. അതെ, ഈ നിമിഷത്തിൽ എൻ്റെ സ്വപ്നങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. എല്ലാത്തിനും പ്രപഞ്ച സൃഷ്ടാവിന് അഥവാ പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുന്നു. 14ാമത്തെ കെട്ടിടുക. എൻ്റെ ആ സ്വപ്നം ഈ നിമിഷത്തിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ആ സ്വപ്നം നടന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? അതിനെ മനസ്സിൽ കാണുക, അതിനെ അനുഭവിക്കുക. 15ാമത്തെ കെട്ടിടുക. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ ദിനമാണ് ഇന്നത്തേത്. ഞാൻ ആഗ്രഹിച്ച ഒരു ജീവിതമാണ് എനിക്കുള്ളത്. അതിന് ഞാൻ നന്ദി പറയുന്നു. 16ാമത്തെ കെട്ടിടുക. ഞാൻ എൻ്റെ സങ്കല്പശക്തിയിൽ വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ അകക്കണ്ണുകൊണ്ട് കാണുന്ന എന്താണോ അതെൻ്റെ ഉള്ളം കയ്യിൽ തന്നെയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുക. 17ാമത്തെ കെട്ടിടുക. ഓരോ നിമിഷവും ഞാൻ ആസ്വദിക്കുകയാണ്. ജീവിതം എൻ്റെ ലഹരിയാണ്. ഇന്ന് എൻ്റെ സ്വപ്ന ജീവിതത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. 19ാമത്തെ കെട്ടിടുക. എൻ്റെ ജീവിതം ഏറ്റവും സന്തോഷം നൽകിയ നിമിഷമാണ് ഈ നിമിഷം. എല്ലാത്തിനും ഞാൻ പ്രപഞ്ചശക്തിക്കും ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തിനും ഞാൻ നന്ദി പറയുകയാണ്. 20ാമത്തെ കെട്ടിടുക. എൻ്റെ ജീവിതം അനുഗ്രഹങ്ങൾ മാത്രമുള്ളതാണ്. അതെ, ഈ നിമിഷത്തിൽ ആ ഒരു സ്വപ്നം നടന്നിരിക്കുകയാണ്. തീവ്രമായി നിങ്ങളുടെ ചുണ്ടുകളിലേക്കും നിങ്ങളുടെ മുഖം മുഴുവനായും ആ സന്തോഷത്തെ കൊണ്ടുവരിക. അതിനെ അനുഭവിക്കുക, അതിനെ ആസ്വദിക്കുക. അതെ, അതൊരു സ്വപ്നമല്ല, മറിച്ച് സത്യമാണ്. നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ മുഴുവനായും അതിനെ ആസ്വദിക്കുകയാണ്. നിങ്ങളുടെ രോമങ്ങളെല്ലാം തന്നെ എഴുന്നേറ്റ് നിൽക്കുന്നതായി നിങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ടോ? നിങ്ങളുടെ ശരീരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള തരിപ്പ് അനുഭവിക്കുന്നുണ്ടോ? അതെ, ഈ നിമിഷത്തിൽ അത് സ്വപ്നമല്ല, മറിച്ച് അത് സത്യമാണ്. നിങ്ങളുടെ 21ാമത്തെ കെട്ടിടുക. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക.
സാവധാനം ഉള്ളിലേക്കും പുറത്തേക്കും എടുക്കുകയും വിടുകയും ചെയ്യുക. നിങ്ങൾ ആ ചരടിനെ ചുംബിക്കുക. സാവധാനം കൈകൾ പരസ്പരം ഉരസി കണ്ണുകളിലേക്ക് ഊർജം പകരുക. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു മെഡിറ്റേഷൻ? നല്ലായിരുന്നു. ഓക്കെ നല്ല മെഡിറ്റേഷൻ. ഓക്കെ, അത് ഫീൽ ചെയ്തില്ലേ? നീ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ചായയുടെ കൈ കെട്ടാം, അല്ലെങ്കിൽ നാളെ രാവിലെ എഴുന്നേറ്റിട്ട് കൈ കെട്ടാം. ഓക്കെ, കയ്യിൽ നിങ്ങൾ ഇടതോ വലത് കൈയിലോ കെട്ടാം. നിങ്ങൾക്ക് വാട്ടോ ഇപ്പോൾ വലത് കൈ കെട്ടുന്നവരാണ് വലത് കൈ കെട്ടുക. എന്നിട്ട് ഡെയിലി രാവിലെ എഴുന്നേറ്റിട്ട് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ആഗ്രഹം മനസ്സിൽ വിഷ്വലൈസേഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഇത് നിങ്ങൾ ഈ ഒരു ആഗ്രഹം, അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളെ റിമൈൻഡ് ചെയ്യുന്ന ഒരു ടൂളാണ് ഈ ഒരു ചൈൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ അമ്പലങ്ങളിലും പള്ളിയിലും പോയിട്ട് ഞാൻ മുന്നേ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ആ ഒരു വിശ്വാസമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്പെഷ്യലായിട്ട് വേണമെങ്കിൽ ഏതെങ്കിലും ചൈൽഡിലോ കാര്യങ്ങളോ എല്ലാം തന്നെ കിട്ടുക. കാരണം ഇത് കിട്ടുന്നത് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ആണ്. ഇപ്പോൾ പണ്ട് കുട്ടികളാകുന്ന സമയത്ത് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് വളരെ എളുപ്പം നടക്കും. എന്നാൽ എന്താണ്, വലുതാകുന്ന സമയത്ത് ഒരാഗ്രഹം നടക്കില്ല. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്കാലത്ത് നമുക്ക് അന്ധമായിട്ടുള്ള വിശ്വാസം ഉണ്ടായിരുന്നു അതെങ്ങനെയെങ്കിലും നടക്കും എന്നുള്ളത്. എന്നാൽ വലുതാകുന്ന സമയത്ത് അതിന് ലോജിക്ക് വേണം, കാര്യങ്ങളെല്ലാം വേണം. അതുകൊണ്ടാണ് നമ്മളെ മാനിഫെസ്റ്റേഷൻ കയ്യിൽ നിന്ന് നടക്കാത്തത്. അതുകൊണ്ട് നിങ്ങളെ മനസ്സെപ്പോഴും കുട്ടികളുടെ മനസ്സാക്കി വെക്കുക. ഒരു വലിയ മെച്യൂരിറ്റി കാണിക്കാതെ നിഷ്കളങ്കമായി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നാലും നിങ്ങളെ മാനിഫെസ്റ്റേഷൻ വളരെ എളുപ്പം നടക്കുന്നതാണ്. ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി നമ്മൾ ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ആഗ്രഹം നടക്കുന്ന ദിവസമാണ് നിങ്ങൾ അയക്കേണ്ടത്. ഓക്കെ, ഈ ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇത് ഊരിയിട്ട് കത്തിച്ച് കളയാം. അതുവരെ നിങ്ങളെ കയ്യിൽ വെക്കാൻ വേണ്ടി ശ്രമിക്കും. ഇപ്പോൾ ഞാൻ ക്രിസ്റ്റൽസിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഓരോ ആഗ്രഹങ്ങൾ പറയുക എന്നുള്ളത് എൻ്റെ ക്രിസ്റ്റൽസ്. ഓക്കെ, അങ്ങനെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ചേഞ്ചസ് ഉണ്ട്. എൻ്റെ ആഗ്രഹം ഇപ്പം ബിസിനസ് ഗ്രോത്താണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അതെപ്പോഴും എൻ്റെ കയ്യിൽ ക്രിസ്റ്റൽ കാണുന്ന സമയത്ത് ഓക്കെ ബിസിനസ് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. എൻ്റെ ഓവറോൾ ക്രിസ്റ്റൽ 7 ചക്ര ആയതുകൊണ്ട് ഓവറോൾ ഗ്രോത്തിന് വേണ്ടിയുള്ള ക്രിസ്റ്റലാണിത്. അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഗുണം എനിക്ക് ലഭിക്കാണ്ട് പേഴ്സണലി. അതുകൊണ്ടാണ് ഞാൻ ഈ നോ ടെക്നിക്ക് എന്ന് പറയുന്ന ടെക്നിക്കിനെ കുറിച്ച് പറഞ്ഞത്. അത് മുന്നേ യൂട്യൂബിൽ ചെയ്തിരുന്നു. അത് ഉപയോഗിച്ചിട്ട് പലരുടെ ലൈഫിലും നല്ല നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. മെയിനായിട്ട് ഈ ഫിനാൻഷ്യൽ കാര്യങ്ങൾക്കാണ് പലരും എന്നെ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് പറഞ്ഞത്. ഓക്കെ, ഇത് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഉപയോഗിച്ചിരുന്നോ ഈ ടെക്നിക്ക്? ഇല്ലല്ലേ? ഓക്കെ, ഇനി ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സാറേ, ചോദിച്ചോളൂ. ഈ ക്രിസ്റ്റൽസിൽ എങ്ങനെയാ ചെയ്യുന്നേ? ക്രിസ്റ്റൽസ് എന്ന് വെച്ചാൽ നമ്മളെ ഇതേപോലെ ചാറ്റ് ചെയ്യുക. ജസ്റ്റ് ഇത് ചാറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. നമുക്ക് ഓരോ ആഗ്രഹങ്ങൾ കണ്ടിട്ട് ഇങ്ങനെ ഉപയോഗിക്കാം. ഇത് കെട്ടണമെന്നില്ല ഇതിൽ, ഇങ്ങനെ പറഞ്ഞാൽ മതി. ഇത് മന്ത്രം ജപമാല പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ക്രിസ്റ്റൽസ്. ഇത് എവിടുന്ന വാങ്ങാൻ കിട്ടുക? നമ്മളിപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ സെയിൽസ് തുടങ്ങിയിട്ടുണ്ട്. കുറേ പേര് സെയിൽസ് ആയിട്ടുണ്ട്. ഇത് 7 ചക്ര നമ്മൾ തന്നെ സെയിൽ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയല്ലേ, ഇത് കസ്റ്റമൈസ് ആയിട്ട് നമ്മൾ തന്നെ ചെയ്താണ്. കുറേ പ്രൊഡക്ട്സ് ഉണ്ട്, കുറേ ഫേക്ക് പ്രൊഡക്റ്റ് ഉണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ മനസ്സിലാവും. ഈ ചക്ര മാനിഫെസ്റ്റേഷൻ ക്ലാസ് നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. റൂട്ട് ചക്ര അതിന് റെഡ് കളറാണ്, ഇത് റെഡ് ജാസ്പറാണ്. ഇതേപോലെ ഓരോ ചക്രാസിൻ്റെ കളേഴ്സ്. ഇപ്പോൾ മണിപൂര ചക്രം മഞ്ഞയാണ്, അതിന് വേണ്ടിയിട്ടാണ്. അനാഥചക്രം പച്ചയാണ്, നിങ്ങളെ ത്രോട്ട് ചക്ര നീലയാണ്. ആജ്ഞ ചക്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് പിങ്കാണ്. ഓക്കെ, തഹസര ചക്ര വൈറ്റ് അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കളറാണ്. അങ്ങനെയുള്ള ഓക്കെ കറക്റ്റാണ്, അതാണ്. അങ്ങനെയുള്ള ക്രിസ്റ്റൽസ് നിങ്ങൾ ഇട്ടിട്ട് കറക്റ്റായിട്ട് ഹീൽ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ നല്ല ചേഞ്ചസ് വരും. ഓക്കെ, ഓരോന്നിലാണോ പിടിക്കും? ഇത് 2 എണ്ണം ചേർന്നതാണ്. നല്ലതാണ്, 2 എണ്ണം ചേർന്ന് നല്ലതാണ്. വാങ്ങിക്കാൻ കിട്ടുക? ഇത് നമ്മള് ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. പ്രൊഡക്റ്റ് വരുന്ന സമയത്ത് അതെ അയച്ചു തരും. ഇപ്പൊ ഏകദേശം കുറച്ച് പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്.
അത് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പൊ അതെന്റെ കയ്യിലില്ലാതായി പോയി. അത് സാറ് നമ്മൾ ഒന്ന് കാലിക്കറ്റ് എനിക്ക് ഇടാം. വേണം. ഈ ക്രിസ്റ്റൽ മാത്രം കൊടുക്കുകയല്ല ചെയ്യുന്നത്. ക്രിസ്റ്റൽസിന്റെ കൂടി 7 ചക്ര ഹീലിംഗ് മെഡിറ്റേഷന്റെ ഒരു കാർഡ്, ഹീലിംഗ് കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ജസ്റ്റ് കയ്യിലല്ല, അത് ക്ലെൻസ് ചെയ്യണം. അത് ക്ലെൻസ് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട്. അത് നമ്മൾ ആ കാർഡിൽ QR, നമ്മൾ കൊടുക്കുന്ന കാർഡിൽ QR ഉണ്ട്. ഇത് ജസ്റ്റ് കയ്യിലിരുന്നല്ല, ഇത് ക്ലെൻസ് ചെയ്ത് അതിനെ ഹീൽ ചെയ്യണം. ദിവസവും നമ്മൾ ഹീൽ ചെയ്ത് കഴിഞ്ഞാലാണ് അതിന്റെ റിസൾട്ട് ഉണ്ടാകുക. നമ്മൾ അങ്ങനെയാണ് സാർ അത് എങ്ങനെയാ ഹീല് ചെയ്യുന്നേ? ഹീൽ എന്ന് വെച്ചാൽ ഒരു മെഡിറ്റേഷൻ ഉണ്ട്. ആ മെഡിറ്റേഷൻ വെച്ചിട്ട് ഹീൽ ചെയ്യണം. നമ്മളെ എനർജി അതിൽ പാസ് ചെയ്യണം. ഞാൻ ഇത് മാത്രമേ ഞങ്ങൾക്ക് തന്നിട്ടുള്ളൂ. അപ്പൊ ഇതില് കാർഡൊന്നുമില്ല. അപ്പൊ കാർഡ് കിട്ടുമോ സാറിന്റെ അടുത്തുനിന്ന്? അതെ അതെ, അത് കാർഡ് ഞാൻ തരാം. അത് അതിനെങ്ങനെ ഇതിപ്പോ ഉദാഹരണത്തിന് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഇതിൽ നമ്മള് ഇത് വെറുതെ കയ്യിലിട്ട് വെച്ചു എന്ന് കരുതുക, അതുകൊണ്ട് കാര്യമില്ല. ഇത് നമ്മളെ ഡെയിലി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഞാൻ 7 ചക്ര മെഡിറ്റേഷൻ അത് ചെയ്തിട്ട് അതിനെ എപ്പോഴും ഹീൽ ചെയ്തുകൊണ്ട് വെക്കും. എൻ്റെ എനർജി ഇതിലേക്ക് കൊടുത്തുകൊണ്ട് വെക്കും. അന്നേരം ഇത് ഒന്ന് നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് ആ മെഡിറ്റേഷൻ 7 ചക്ര മെഡിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 16 മിനിറ്റുള്ള മെഡിറ്റേഷനാണ്. അതിൽ ഓരോ ചക്രാസിൻ്റെ ബെനിഫിറ്റും അത് അട്രാക്ട് ചെയ്യുന്നതായിട്ട് എല്ലാം തന്നെ സങ്കല്പിച്ചുകൊണ്ട്, കാരണം നമ്മളൊരു ഹാബിറ്റിൻ്റെ ഭാഗമാക്കി മാറ്റാം. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയാണ് കൊടുത്തത്. കുറേ പേർക്ക് റിസൾട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മെയിനായിട്ട് അത് കൂടുതലായിട്ട് സെയിൽ ചെയ്യാത്തതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമൈസ് പ്രോഡക്റ്റാണ്. അത് പെട്ടെന്ന് കിട്ടില്ല. അത് നമ്മൾ സർട്ടിഫൈഡ് പ്രോഡക്റ്റാണ്. ജമോളജിസ്റ്റോ അതെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ അത് 799 ആണ് ഇപ്പം നമ്മൾ ഒരു ഫസ്റ്റ് തന്നെ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതിൽ ഇത് മീൻസ് എന്താ പറയുക, ഫസ്റ്റ് നമ്മൾ ഒരു പ്രൊഡക്റ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് കുറച്ച് ഓഫേഴ്സ് കൊടുക്കൂലേ, അങ്ങനെയാണ് 30% ഓഫിലാണ് കൊടുക്കുന്നത്. ഇങ്ങനെ ഫ്രീ ഡെലിവറി ചാർജാണ്. അത് ഞാൻ അടുത്ത ലൈവിൽ വരുന്ന സമയത്ത് അതിൻ്റെ പ്രൊഡക്റ്റുകൾ കാണിച്ചു തരാം. എക്സ്ക്യൂസ് മീ സർ, ഞങ്ങൾക്ക് ഇതിന്റെ ചക്രാസിന്റെ മെഡിറ്റേഷൻ മാത്രമേ തന്നിട്ടുള്ളൂ. അതെ അതെ, അത് തന്നിട്ടുണ്ട്, നല്ലതാണ്, അത് ചെയ്യും. സാർ ഈ 7 ചക്ര മെഡിറ്റേഷൻ എവിടെ കിട്ടും? 7 ചക്ര മെഡിറ്റേഷൻ അത് ഞാനിപ്പം റെക്കോർഡാണ് കൊടുക്കാറ്. സാറിന്റെ യൂട്യൂബ് ചാനലുണ്ടോ? 7 ചക്രയുടെ മെഡിറ്റേഷൻ ബൈനറി മ്യൂസിക് നൽകിയിട്ടുണ്ട് തോന്നുന്നു. റൂട്ട് ചക്രയുടെ കൊടുത്തിട്ടുണ്ട് യൂട്യൂബ് ചാനലിൽ. അത് ഓരോ ചക്രയുടെ അല്ലേ? എന്താണ് കാലിക്കറ്റ് എവിടെയാണ് സാറ്? കോഴിക്കോട് എൻ്റെ വീടാണോ? കാലിക്കറ്റ് സാറ് ഇരിക്കുന്ന ഓഫീസ് എവിടെ? കോഴിക്കോട് ആനിഹാൾ റോഡിലാണ് ഇരിക്കുന്നത്. എവിടെയാണ് സാർ? പ്രോലേണസ് അക്കാദമി, ഞങ്ങളെ അക്കാദമി പ്രോലേണസ് അക്കാദമി. അത് കിങ്ഫോർട്ടിന്റെ അടുത്താണോ? കിങ്ഫോർട്ടിന്റെ റോഡിലായിട്ട് വരും. എന്റെ വീട് കോഴിക്കോടാണ്, ഗുണ്ടായിത്തോടെന്ന് പറയും. അറിയാം. ഓക്കെ, ഇതാണ് ഇത്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാം. എന്റെ ഒരു ആഗ്രഹം നടക്കുന്ന വേണ്ടിട്ട് 11 ടെക്നിക്ക് ഉണ്ടോ? ഇത് വേറെ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് 11 ടൈമില് നമ്മൾ ഒരു പേപ്പറിൽ എഴുതുന്നതാണ്. അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അത് നടന്നിട്ടില്ല. അപ്പൊ ഈ അതേ ആഗ്രഹത്തിന് തന്നെ ഇപ്പൊ ഈ ചരട് കെട്ടിയിട്ട് അങ്ങനെ ചെയ്ത കുഴപ്പമുണ്ടോ? താങ്ക് യു സർ. എനിക്ക് ഹോപ്പനോപ്പോല് ഒരു സക്സസ്ഫുൾ സ്റ്റോറി ഉണ്ട് കേട്ടാ. സക്സസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇൻഷുറൻസ് അഡ്വൈസർ ആണ്. അപ്പൊ ഒരാൾക്ക് പോളിസി കൊടുത്തതില് അത് തെറ്റായി പോയി എന്ന് ഞാനങ്ങനെ അറിഞ്ഞു. അപ്പൊ എനിക്കത് ഭയങ്കര ടെൻഷനായിരുന്നു. അങ്ങനെ ടെൻഷനായിട്ട് വേറെ അപ്പൊ ഞാൻ ആ സാറിന്റെ അടുത്ത് ചോദിച്ചു, സാർ ഇത് അങ്ങനെ വേറെ പോളിസിയിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ലേ ചോദിച്ചു. അപ്പൊ സാറ് പറഞ്ഞു ഇല്ല, അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല പറഞ്ഞു. അപ്പൊ ഞാൻ ജസ്റ്റ് കയറിയിട്ടുള്ളൂ. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായി. 2-3 ദിവസം എനിക്ക് ഒട്ടും സമാധാനം ഇല്ലാത്ത പോലെ. എന്നിട്ട് ഒരു ദിവസം ഞാൻ ഈ ഹോപ്പനോപ്പോ ചെയ്തു. അപ്പൊ ആ കുട്ടിയുടെ പേര് വെച്ചിട്ട് സോറി ഫോർഗീവ് മീ എന്നൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്തു. അത് 108 തവണ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് തവണ ഞാൻ ചെയ്തുള്ളൂ. അത് പക്ഷെ എന്നിട്ട് പിന്നത്തെ ഒരു തവണ ഞാൻ ആ ഓഫീസിൽ തന്നെ ഒരു കുട്ടിയുടെ അടുത്ത് ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞു അത് സാരമില്ല, ആ മാരേജ് കഴിയാത്ത കുട്ടിയാണ്. അപ്പൊ ആ കുട്ടിയുടെ മാരേജ് കഴിയുമ്പോ ഹസ്ബൻഡിന്റെ പോളിസിക്ക് ആ കുട്ടീനെ കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ സമാധാനം ഇല്ലാണ്ട് വീണ്ടും ഞാൻ സാറിനോട് ചോദിച്ചു. അപ്പൊ സാറ് പറഞ്ഞു അതൊരു പ്രശ്നമില്ല, നമുക്കത് ഇവിടുന്ന് സ്പെഷ്യൽ പെർമിഷൻ മേടിച്ചിട്ട് ആ കുട്ടിയുടെ പോളിസി മാറ്റാന്ന് പറഞ്ഞു. അന്നൊരു സമയത്ത് ഞാൻ ചോദിച്ചപ്പോ അത് മാറ്റാനേ പറ്റില്ല പറഞ്ഞതാ. പക്ഷെ ഇത് മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോ പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. അത് ഹോപ്പ് നോ അതാണ് ഞാൻ നമ്മളിപ്പം സൗജന്യ ക്ലാസ്സിൽ നടക്കുന്ന അല്ലെങ്കിൽ നൽകുന്ന എല്ലാ മെഡിറ്റേഷനും കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം.
സക്സസ് സ്റ്റോറീസ് ഉണ്ടെങ്കിൽ. സാർ അതുപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം കൂടി ഉണ്ടായി. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തവണ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഏതെങ്കിലും നല്ല റെസ്റ്റോറന്റിൽ, സാധാരണ നമ്മൾ പോണത് റെസ്റ്റോറന്റ് അല്ലാണ്ട് നല്ല റെസ്റ്റോറന്റിൽ പോയി. അപ്പൊ ഇതുപോലെ തന്നെ ഒരു ദിവസം മോള് പറഞ്ഞു, എനിക്ക് മോള് ചെറിയ മോളാ, 3 വയസ്സായിട്ടുള്ളൂ. അപ്പൊ ആ മോള് പറഞ്ഞു മോൾക്ക് ഫുഡ് വേണം, ഹോട്ടലിൽ നിന്ന് മേടിച്ചു തരാൻ പറഞ്ഞു. അപ്പൊ അന്ന് നോക്കിയപ്പോ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിലെ ക്യാഷ് വളരെ ടൈറ്റ് ആയി. വളരെ ടൈറ്റ് എന്ന് വെച്ചാൽ വളരെ ടൈറ്റ് ആയി. അപ്പൊ എന്തായാലും ഫുഡ് മേടിച്ച് കൊടുക്കാന്ന് വിചാരിച്ച് അങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് അപ്പൊ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു, "ഏയ് വേണ്ട, നമുക്ക് ഏതെങ്കിലും നല്ല റെസ്റ്റോറന്റിൽ പോവാന്ന് വിചാരിച്ചു." അങ്ങനെ വിചാരിച്ച് ഇരിക്കുന്ന സമയത്ത് മുന്നേ തന്നെ ഞാൻ തന്നെയാണ് കാറിന്റെ ഉള്ളിൽ പൈസ വെച്ചിട്ടുണ്ടായിരുന്നത്. ഉം. പക്ഷെ എനിക്ക് അന്ന് കാറിൽ കയറിയപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്, ഇതില് പൈസ ഉണ്ടല്ലോ എന്ന്. അന്ന് കറക്റ്റ് ഞങ്ങൾക്ക് ആ ഫുഡിനുള്ള പൈസ അവിടുന്ന് റെഡിയായി, അത് കയ്യിൽ കിട്ടി. ഓക്കെ. അങ്ങനെ ഒരു സന്തോഷം കൂടി ഉണ്ടായി. താങ്ക് യു സാർ. അത് സന്തോഷം. നമുക്ക് പൈസ ഇല്ലാതായപ്പോ എനിക്ക് ടെൻഷനായി. അപ്പൊ സാർ പറഞ്ഞ അവിടെ എനർജി ലോ ആവില്ലേ, അങ്ങനത്തെ ഒരു ഇതിലേക്ക് എത്തി. പക്ഷെ എന്നാലും ആ ക്യാഷ് വന്നു, ആവശ്യ സമയത്ത് നമുക്ക് ആ ക്യാഷ് കിട്ടി. ഓക്കെ, താങ്ക് യു സന്തോഷം. സാർ. ഓക്കെ, സന്തോഷം. സാർ എനിക്കൊരു സംശയമുണ്ട്. ചോദിച്ചോളൂ. സാർ, എനിക്ക് എന്റെ മകൾക്ക് സ്ട്രെസ്സിൻ്റെതായിട്ടുള്ളൊരു പ്രശ്നത്തില് അവൾക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്. അപ്പൊ അതെനിക്ക് ഈ ഹൊപ്പനപ്പോ പറഞ്ഞ് അവളെ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് ഹെൽത്ത് ഇഷ്യൂസ് വരുന്നതെന്ന് പറയാമോ? അവൾക്ക് ഈ ആർത്രൈറ്റിസിന്റെ പ്രശ്നമാണ്. അത് സ്ട്രെസ് കൊണ്ടാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ അവൾക്ക് സ്ട്രെസ് എന്തുകൊണ്ടാണ്, അതാ ഞാൻ ചോദിച്ചത്, എന്തുകൊണ്ടാണ് വരുന്നത് മോക്ക്? സ്ട്രെസ് മീൻസ് അവള് പഠിത്തത്തിലാണേലും ഞങ്ങൾ കുറച്ച് കമ്പൽ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. ഇപ്പം അവൾ ആ ഹെൽത്ത് ഇഷ്യൂ വന്നതിന്റെ ഒരു ബെനിഫിറ്റ് വന്നിരിക്കുന്ന ഇളയ മോക്കാണ് കിട്ടിയിരിക്കുന്നത്. അവളെ ഞങ്ങൾ യാതൊരു തരത്തിലും പ്രഷറൈസ് ചെയ്യുന്നില്ല. പക്ഷെ മൂത്തവർക്ക് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ട്രോമ പോലെ ഒക്കെ ഉണ്ട് മനസ്സിന്റെ ഒരു വിഷമം. അപ്പൊ അവൾ ഇവിടെ ഇല്ല, ബാംഗ്ലൂരാണ്. അവളിപ്പോ വർക്ക് ചെയ്യുവാണ്. എന്നിരുന്നാൽ പോലും അവൾക്ക് അതിൽ നിന്നും ആ ഹെൽത്ത് ഇഷ്യൂ നിന്ന് അവളെ റിക്കവർ ചെയ്യാനായിട്ട് എനിക്ക് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ നിങ്ങൾ ചെയ്യാൻ ചെയ്യുന്നതിനുള്ള പറ്റുമോ? അതെ, അവളുടെ ആ ഒരു കാര്യത്തെ ഫോർഗീവ് ചെയ്യാൻ പറയണം. ഈവൻ ഇതിനെല്ലാം ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷനിൽ ഇപ്പം നമ്മൾ ബേസിക്കലി കുറേ ടെക്നിക്കും കാര്യങ്ങളെല്ലാം തന്നെ യൂസ് ചെയ്യും അല്ലേ. ഉദാഹരണത്തിന് 11-11 2 കപ്പ് ഇതെല്ലാം ചെയ്യും. പക്ഷേ ഇതിൻ്റെ റൂട്ട് കോസ് നമ്മളെ ഇന്നർ ചൈൽഡിലാണ് കിടക്കുന്നത്. ഇപ്പം എൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മണി ബ്ലോക്ക്, റിലേഷൻഷിപ്പിൻ്റെ പ്രോബ്ലംസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ കുട്ടിക്കാലത്താണ്. കുട്ടിക്കാലത്ത് അച്ഛനും അമ്മയും തമ്മിൽ ബ്രോക്കൺ റിലേഷൻഷിപ്പാണ്. മിക്കവാറും നിങ്ങൾക്ക് ബ്രോക്കൺ റിലേഷൻഷിപ്പ്, ഒരു 90% ബ്രോക്കൺ റിലേഷൻഷിപ്പ് ആയിരിക്കും ഉണ്ടാകുക. ഞാൻ ഓരോ കൺസൾട്ടേഷൻ, ഇന്ന് 2 കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു. ആ 2 കൺസൾട്ടേഷൻ്റെ നോക്കുന്ന സമയത്തും റിലേഷൻഷിപ്പിൻ്റെ പ്രോബ്ലംസ് കുട്ടിക്കാലത്ത്, അതായത് അച്ഛനും അമ്മയും തമ്മിൽ കണ്ടു വളരുന്നത് മണി ബ്ലോക്ക് വരെയും കാണുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് കുട്ടിക്കാലത്ത് രക്ഷിതാക്കൾക്ക് ലോൺ ഉണ്ട്. അന്നേരം എന്ത് സംഭവിക്കും, നിങ്ങളുടെ മനസ്സിൽ ലോൺ എന്തെങ്കിലും ആവശ്യം വരുന്ന നേരം അടുത്ത സെക്കൻഡ് ലോൺ എടുക്കാമെന്ന് ചിന്ത വരും. പൈസ സമ്പാദിക്കാൻ തോന്നില്ല. പിന്നെ ഓക്കെ ലോൺ അടക്കണം എന്നൊരു ചിന്തയായിരിക്കും. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്തും മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറേ ടൈം എടുക്കും. ഇങ്ങനെ സംഭവിക്കേണ്ട സമയം സംഭവിക്കില്ല. അതായത് കുറേ ടൈം എടുത്തിട്ടാണ് മാനിഫെസ്റ്റ് ചെയ്യുക. അന്നേരം എനിക്ക് മനസ്സിലായി, എനിക്ക് എന്തെങ്കിലും ഈവൻ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യത്തിൽ എന്തെങ്കിലും പറയുന്ന സമയത്ത് അച്ഛൻ പറയും നീട്ടി വെക്കും. ഓക്കെ പൈസ ഉണ്ടാവും, എന്നാലും നീട്ടിക്കൊണ്ടുപോകും. അതിനനുസരിച്ച് നമ്മളെ മനസ്സിലാവും ഓക്കെ ഇത് എന്ത് കാര്യം നീണ്ടു പോകുന്ന രീതിയിലേക്ക് വന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എന്നെ ഇന്ന ചൈൽഡിലേക്ക് പോയിട്ട് അതിന് ഹീൽ ചെയ്തു. അതായത് ആ നിമിഷത്തിൽ തന്നെ നടന്നു. അങ്ങനെ എൻ്റെ ബിസിനസ്സിൽ ഗ്രോത്ത് വന്നു. എനിക്ക് എന്നെ തന്നെ കണ്ടെത്താൻ സാധിച്ചു, എനിക്ക് എന്നെ സ്നേഹിക്കാൻ സാധിച്ചു. അതിനുശേഷമാണ് എൻ്റെ ലൈഫിൽ വലിയ മാറ്റം വന്നത്. ഇപ്പം നിങ്ങളെ കുട്ടിക്കാലത്ത് വലിയ രീതിയിൽ ഇപ്പം ഫുഡ് കഴിക്കുന്നില്ല. ഇപ്പം ചാന്ദിനി മേഡം ഗുഡ് ഈവനിങ്. ഓക്കെ ചാന്ദിനി മേഡം തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, ശരീരത്തിനോട് കുറേ ഭക്ഷണം കഴിച്ചില്ല, കാര്യങ്ങളും ചെയ്യില്ല. അത് കാരണം ആ ശരീരം പ്രതികരിച്ചു. നമ്മളെല്ലാം തന്നെ ഗിഫ്റ്റഡ് ആണ്. നമുക്ക് കിട്ടിയ ഓരോ ശരീരമാകട്ടെ എന്തിനും നമ്മൾ അതിൻ്റെതായിട്ടുള്ള മൂല്യം കൊടുത്തേ മതിയാകും. അതുകൊണ്ടാണ് ഇപ്പം റിലീജിയൻ പറയില്ല, ഹിന്ദു മതത്തിൽ എല്ലാത്തിനെയും ദേവതകളായിട്ട് ഇപ്പം തന്നെ കല്ലിലും മണ്ണിലും മൃഗങ്ങളിലെല്ലാം തന്നെ ദൈവത്തെ കാണുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശീലിക്കുന്നത്. നമ്മൾ അതിൽ ദൈവത്തെ കാണുകയാണെങ്കിൽ ആ ഒരു ജീവി അല്ലെങ്കിൽ ആ ഒരു വസ്തുവിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങും. അന്നേരം നമുക്ക് അതിൻ്റെ എനർജി ഫീൽഡും അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ്സും നമുക്ക് എപ്പോഴും വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ചുറ്റുമുള്ള എല്ലാ ചരാചരങ്ങളെയും ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം തന്നെ സ്നേഹിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഒരാൾ മോശം ചെയ്യുകയാണെങ്കിൽ അവരെ ഫോർഗീവ് ആൻഡ് ഫോർഗെറ്റ്, അതിനെ റിവെഞ്ച് എടുക്കണം അല്ലെങ്കിൽ ആ വ്യക്തിയെ നശിപ്പിക്കണം എന്നൊക്കെ ചിന്തിക്കാതെ അതിനെ മറന്നു കളയാം. അതായത് നിങ്ങളുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ വരും. ഓക്കെ, ഈവൻ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഡോക്ടർ ഫെമി എന്ന് പറഞ്ഞൊരു നമ്മളെ എലൈൻമെൻറ്റ് മാസ്റ്ററി എന്ന് പറഞ്ഞൊരു ക്ലാസ്സിലുണ്ടായിരുന്നു. പുള്ളിക്കാരിക്ക് ഫുൾ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ റിലേഷൻഷിപ്പിൻ്റെ പ്രോബ്ലംസ് എല്ലാം ഉണ്ടായിരുന്നു. അന്നേരം അദ്ദേഹം ആദ്യം കൺസൾട്ടേഷൻ എടുത്തു. പിന്നെ അദ്ദേഹം ഇന്നർ ചൈൽഡ് ഹീലിങ്ങിൻ്റെ ക്ലാസ്സുകൾ പങ്കെടുത്ത് ഹീൽ ചെയ്യാൻ തുടങ്ങി.
അതുവരെ അവരെ വീട്ടുകാരെല്ലാവരും ശത്രുക്കളായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് തന്നെ ചേഞ്ചസ് വന്നേരം. അതായത് നമ്മളെ ഈ ഇന്നർ ചൈൽഡ് ഹീലിങ്ങിൻ്റെ ഏറ്റവും കോർ പ്രിൻസിപ്പൾ എന്താണ്, നമ്മളിലെ ചേഞ്ച് കൊണ്ടുവരണം എന്നുള്ളതാണ് ശ്രമിക്കേണ്ടത്. അത് ചേഞ്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫിൽ മാറ്റം ഉണ്ടാവും. അത് ഫിനാൻഷ്യൽ ആവട്ടെ, എല്ലാ കാര്യങ്ങളും. ഈവൻ റിലേഷൻഷിപ്പിൽ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വ്യക്തി വന്നു കഴിഞ്ഞാലാണ് നിങ്ങൾ സന്തോഷിക്കുക എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ചേഞ്ചസ് വരാൻ പോകുന്നില്ല. നേരെ മറിച്ച് ഒരുത്തനും ഇല്ലെങ്കിലും നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റിയെങ്കിൽ നിങ്ങൾ സക്സസ് ആയി. നിങ്ങളെ മാനിഫെസ്റ്റേഷനിൽ ഒരു ടെക്നിക്കും കാര്യങ്ങളും ഉപയോഗിക്കേണ്ട, എല്ലാം തന്നെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. അതാണ് സെൽഫ് ലവ്. സെൽഫ് ലവ് എന്ന് പറയുന്ന അതായത് സെൽഫ് ലവ് ഉണ്ടെങ്കിൽ മാത്രമാണ് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടായത്. ചില ആൾക്കാർ എന്ത് ചെയ്യും, പിന്തുടരുന്ന ആ വ്യക്തി ഇന്ന് 2 കൺസൾട്ടേഷനിലും ഇന്നുമായിട്ടുള്ള കൺസൾട്ടേഷൻ മൊത്തം ഇത് തന്നെ പറഞ്ഞു കൊടുത്തത്, എങ്ങനെ അതിനെ ചേഞ്ച് ചെയ്യാം, എങ്ങനെ മാറ്റിയെടുക്കാം, എന്തൊക്കെ സ്റ്റെപ്സാണ് അതിന് ഫോളോ ചെയ്യേണ്ടതെന്നുള്ള. അന്നേരം നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ വലിയൊരു ടോപ്പിക്കാണ്. എന്നാലും ഞാൻ പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കാര്യത്തിന് ആദ്യം തന്നെ പ്രയോറിറ്റി കൊടുക്കുക. ഇതിൽ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞിരുന്നു, അവരെ കാര്യത്തിന് പ്രയോറിറ്റി കൊടുത്തതിന് ശേഷം അവർ ലൈഫിൽ മണി ബ്ലോക്ക് മാറിയെന്നില്ല. അതിൻ്റെ റീസൺ എന്താണ്, നമ്മൾ പ്രാധാന്യം കൊടുക്കുക, നമ്മളെ എനർജി ലെവൽ ഹയർ ആവും. ഇപ്പം എൻ്റെ രൂപത്തിൽ തന്നെ എൻ്റെ പണ്ടത്തെ ഫോട്ടോ എല്ലാവരും കണ്ടല്ലേ, എല്ലാ ലൈവിലും കാണിച്ചു തരുന്നതാണ്. അതുകൊണ്ടാണ് എല്ലാം കാണാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, എല്ലാവരും കണ്ടുവന്ന് വരുന്നു. അന്നേരം ആ സമയം വരെ ഞാൻ ഇന്ന വ്യക്തിയെ കാണിച്ചു തരാം. എന്നുവെച്ചാല് എന്റെ മകനെ, ആള് 10th-ലാണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ സാർ? ആൾക്ക് പഠിക്കാനൊക്കെ എന്താ പറയാ, ശ്രദ്ധയില്ല. ടീച്ചേഴ്സ് എല്ലാം മോശം അഭിപ്രായം പറഞ്ഞു. അപ്പൊ ഞാൻ ഇവനെ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യിപ്പിച്ചു. 1 പ്രാവശ്യം ചെയ്യിപ്പിച്ചപ്പോ ഇയാൾ കിടന്ന് ഉറങ്ങണം, ശ്രദ്ധയില്ല കുട്ടിക്ക്. അപ്പൊ കുട്ടി എങ്ങനെയെങ്കിലും എനിക്കൊന്ന് മുന്നോട്ട് എടുക്കണമെന്നുണ്ട്. അപ്പൊ സാർ അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഞാൻ ആദ്യം കുട്ടിക്ക് എന്താ താല്പര്യം? ഞാൻ അവന്റെ കയ്യിലേക്ക് കൊടുക്കാം. ഒന്ന് സംസാരിക്കാം. ഹലോ, നമസ്കാരം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. നിങ്ങൾക്ക് എന്താണ് താല്പര്യം? അങ്ങനെയൊന്നുമില്ല, എനിക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. എല്ലാത്തിനോടും ഉണ്ട് താല്പര്യം. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞ കാര്യമുണ്ട്, ആപ്റ്റ്യൂഡ് ടെസ്റ്റ്. അത് ചെയ്യാം. ഓക്കെ, അത് ചെയ്യാന്നെങ്കിൽ, കാരണം നമ്മളെ വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പറ്റിയ വിദ്യാഭ്യാസമല്ല ഇത്. നമുക്ക് പല ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ എൻ്റെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൽ എനിക്കുള്ളത് ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ് ആണ്. ഞാൻ പഠിച്ചത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ജോലി ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ഹാപ്പിനെസ് കിട്ടിയില്ല. അതുകൊണ്ട് നിങ്ങൾ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്, ഇപ്പം തന്നെ ഡ്രീം ജോബ് മാസ്റ്ററിയിൽ നമ്മൾ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് കൊടുക്കുന്നത്, ഏതാണ് നിങ്ങൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന കാര്യം, അത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ മേഖലയെ തിരഞ്ഞെടുക്കുക. ഞാൻ ശരിക്കും ഈ ഒരു ഇപ്പോൾ സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അണ്ണാ യൂണിവേഴ്സിറ്റിൻ്റെ കീഴിൽ ഉള്ള കോളേജിൽ പാസ്സായതാണ്. സേഫ്റ്റി കോഴ്സുകൾ ചെയ്തിട്ടുണ്ട്, ക്വാളിറ്റി കൺട്രോളാണ്, ഇങ്ങനെ അതേപോലെയുള്ള കുറേ കോഴ്സുകൾ ചെയ്തിട്ടുണ്ട്. ഇതൊന്നുമല്ല ഞാൻ, കാരണം എന്താണ്, വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് അതൊന്നും ചെയ്യാം. അതായത് നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു 19 വയസ്സുള്ള ഒരു പുള്ളിക്കാരൻ എന്നെ കോൺടാക്ട് ചെയ്തു. അവൻ കോൺടാക്ട് ചെയ്ത സമയത്ത് പറഞ്ഞ്, എനിക്ക് തീരെ താല്പര്യമില്ല, എനിക്ക് ഡിഗ്രീൻ്റെ ഒരു താല്പര്യമില്ല, എനിക്ക് ആകെ താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്, എന്നാൽ രക്ഷിതാക്കൾ വിടുന്നില്ല. ഞാൻ പറഞ്ഞു, രക്ഷിതാക്കളായിട്ട് ഞാൻ സംസാരിക്കാം. അങ്ങനെ സംസാരിച്ചിട്ട് ഏകദേശം ഉമ്മ തീരെ വിടുന്നില്ല. ഉമ്മാക്ക് ഇവനൊരു ഡിഗ്രി ഹോൾഡർ ആണോ അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞിട്ട് ഗൾഫിലേക്ക് പോകണം എന്നുള്ളതാണ് താല്പര്യം. എന്നാൽ ഞാൻ കറക്റ്റായിട്ട് സംസാരിച്ചു കൊടുത്തു. എൻ്റെ ലൈഫിലെ സ്റ്റോറി പറഞ്ഞു കൊടുത്തത്. അന്ന് TC വാങ്ങി. ഇപ്പോൾ അവൻ സ്വന്തമായിട്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 7 മെമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണുള്ളത്. റിസ്വാൻ എന്നാണ് പേര്, റിസ്വാൻ. മനസ്സിലായി. അതായത് നിങ്ങളെ ഇൻ്റലിജൻസ് എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളെ മേഖല തിരഞ്ഞെടുക്കുക. ക്ലിയറായോ? മനസ്സിലായി. ഇന്ന് നിങ്ങളെ പ്രോബ്ലം അല്ല, കാരണം വിദ്യാഭ്യാസത്തിൻ്റെ പ്രോബ്ലമാണ്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. നമ്മളെല്ലാവരും കഴിവുള്ളവരാണ്, അതാണ് സത്യം. നമ്മളെ കഴിവില്ലാതാക്കുന്നതെന്ന് വെച്ചാൽ വിദ്യാഭ്യാസമാണ്. കാരണം ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ വിദ്യാഭ്യാസ വ്യവസ്ഥയാണ്. ഇപ്പോൾ റിസ്വാൻ, ഇതാണ് പുള്ളിക്കാരൻ. ഇതാണ് റിസ്വാൻ. അവൻ സ്വന്തമായിട്ട് കമ്പനി നടത്തുന്നുണ്ട്. അദ്ദേഹം സ്വന്തമായിട്ട് കമ്പനി ചെറിയ 19-20 വയസ്സായിട്ടുള്ളൂ. സ്വന്തമായിട്ട് കമ്പനി ഉണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്. ഇത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഓക്കെ, അതൊന്ന് ചെയ്യൂ കേട്ടോ. ക്ലിയർ ആയി? നമസ്കാരം. എനിക്ക് ഞാൻ 2 മാസങ്ങളായിട്ട് ലോ ഓഫ് അട്രാക്ഷന്റെ ഇതിനെപ്പറ്റി എനിക്ക് അറിവുള്ളൂ. അത് ഞാൻ പക്ഷെ ഒത്തിരി പ്രാക്ടീസ് ചെയ്യുന്നെങ്കിലും എനിക്ക് എന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല ഒട്ടും. ഓക്കെ, എന്തൊക്കെയാണ് ദേഷ്യം വരാനുള്ള കാരണങ്ങൾ?
എന്റെ ഹസ്ബൻഡ് ഭയങ്കര കെയറിംഗ് ആണ്, ഭയങ്കര ക്ഷമയുള്ള ആളൊക്കെയാണ്. പക്ഷെ ഈ കുട്ടികള് എന്തെങ്കിലും നമ്മള് പറയുന്നത് അനുസരിക്കാതെ നിങ്ങൾക്ക് എത്ര പെരുമാറുമ്പോൾ വയസ്സാണ്? എനിക്ക് 44. ഓക്കെ. ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ? ഹെൽത്ത് ഇഷ്യൂസ്, ജോയിന്റ് പെയിൻസ് ഉണ്ട്, ആ ഓക്കെ. ഷോൾഡർ പെയിൻ. ഒരു ഉറക്കം കഴിഞ്ഞാൽ നമുക്ക് ഷോൾഡറിനൊക്കെ ഭയങ്കര പെയിൻ ആയിട്ട് നമുക്കൊന്ന് തിരിഞ്ഞെടുക്കാനൊക്കെ പറ്റാത്തൊരു പോലെ വേദനയൊക്കെ വരും. ആ അത് ഒന്ന് നിങ്ങളിപ്പോൾ മക്കളെ ദേഷ്യ കാര്യങ്ങൾ നിങ്ങളെ ഹെൽത്തിൻ്റെ നോക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ശരീരഭാഗങ്ങൾ ഇപ്പോൾ ചാന്ദിനി അതിനെക്കുറിച്ച് വേണമെങ്കിൽ പറയായിരുന്നു. ശരീരത്തെ സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങുക. ശരീരത്തെ ജോയിൻറ്റ് പെയിനെ വരെ സ്നേഹിക്കുക. ഇപ്പോൾ എൻ്റെ ഹെയറിൻ്റെ ശരിക്കും പറഞ്ഞാൽ ബേസിക്കലി എനിക്ക് മൊത്തം ബോൾഡ് തന്നെയാണ്. കാരണം എന്താണ്, എനിക്ക് ജെനറ്റിക്കലി അതാണ്. പക്ഷേ ഞാൻ എൻ്റെ മുടി അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. അത്രയധികം ഇപ്പം തന്നെ നോക്കുകയാണെങ്കിൽ എൻ്റെ ചീർപ്പ് എൻ്റെ കയ്യിലുണ്ട്, കണ്ണാടിയുണ്ട്, എല്ലാം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ അത്രയധികം എന്നെ സ്നേഹിക്കുന്നുണ്ട്. അത് ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈവൻ ജോയിൻറ്റ് പെയിൻ വരെ ഹീൽ ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ രൂപത്തിൽ വരെ 100% രൂപത്തിൽ വരെ ഇപ്പോൾ നിങ്ങൾക്കൊരു 10 വയസ്സ് കുറയ്ക്കാൻ സാധിക്കും. ഞാൻ വേണേൽ കാണിച്ചു തരാം. എൻ്റെ പണ്ടത്തെ ഫോട്ടോ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എൻ്റെ പണ്ടത്തെ ഫോട്ടോയാണിത്. പണ്ടത്തെ ഞാനാണ്. ഞാൻ കണ്ടിട്ടുണ്ട് സാർ. കണ്ടിട്ടുണ്ട് അല്ലേ? നിങ്ങൾക്ക് ചേഞ്ചസ് വരണ്ടേ? വേണം. നിങ്ങൾക്ക് ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെ സ്നേഹിക്കുക. ദേഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് ദേഷ്യപ്പെടുന്നത് എന്താണെന്നറിയാം, നമ്മൾ മറ്റുള്ളവരുടെ എക്സ്പെക്റ്റേഷൻ കൂടുന്ന സമയത്താണ് ദേഷ്യപ്പെടുക. നിങ്ങൾ അതെല്ലാം വിട്ടിട്ട് നിങ്ങളെ കാര്യങ്ങൾ നോക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളെ ഹാപ്പിനെസ്സിന് പ്രാധാന്യം കൊടുക്കുക. ദേഷ്യം വരുമ്പോ ആ പർട്ടിക്കുലർ പേഴ്സണോടായിരിക്കില്ല എന്റെ ദേഷ്യം, മറിച്ച് ചിലപ്പോ എന്റെ അമ്മയും ഉണ്ട് എന്റെ കൂടെ. അപ്പൊ ചിലപ്പോ അമ്മയുടെ അടുത്തേക്കായിരിക്കും ആ ദേഷ്യം വരുന്നത്. അപ്പൊ ചിലപ്പോ കുറച്ച് ആ ദേഷ്യത്തിന്റെ സമയം കഴിഞ്ഞാൽ ഞാൻ റിഗ്രറ്റ് ചെയ്യും. അയ്യോ, എനിക്ക് അങ്ങനെ ആ മൊമെന്റിൽ എനിക്ക് അങ്ങനെ പറയേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ആ ഒരു സമയം എനിക്കത് പൊട്ടിത്തെറിക്കാതെ ഒരു രക്ഷയില്ലാത്ത പോലെ ആയിരിക്കും. അത് പറഞ്ഞു തീരാതെ എനിക്ക് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഭയങ്കര കുട്ടിക്കാലത്ത് കുടുംബജീവിതത്തിൽ ഭയങ്കര കുറേ വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. അത് ശരിക്കുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം എന്താന്ന് നമ്മളെ ഉള്ളിൽ അടങ്ങിക്കിടന്ന കാര്യങ്ങളെല്ലാം ദേഷ്യമായിട്ട് വരുന്നത്. എനിക്കും ദേഷ്യമാണ്. ഞാൻ വീട്ടിലും ഭയങ്കര പൊട്ടിത്തെറി. കാരണം എനിക്ക് കോളേജിൽ നിന്ന് സ്കൂളിൽ നിന്നും കിട്ടി ഇൻസൾട്ടും കാര്യങ്ങളെല്ലാം എനിക്ക് തീർക്കാൻ പറ്റുന്ന ആൾക്കാരാരാ? രക്ഷിതാക്കൾ. അവരോട് തീർക്കാണ്. അതാണ് അതിൻ്റെ. 3 കുട്ടികളായിരുന്നേ. അപ്പൊ ഞാൻ ഏറ്റവും ഇളയാളാ. അപ്പൊ അച്ഛൻ ഒരു 16 വയസ്സില് നമ്മളെ വിട്ട് പോയ ആളാ. അപ്പൊ അതിനുശേഷം ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടു. ഓക്കെ, എനിക്ക് മനസ്സിലായി. എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, അതിലെ നോപ്പിനോ തന്നെ ചെയ്യും. അതിനെ നമ്മൾ ആ കുട്ടിക്കാലത്ത് എന്ത് ചെയ്യുക, കുട്ടിക്കാലത്തേക്കുള്ള ഓർമ്മകളും കാര്യങ്ങളും കൊണ്ടുവരിക. എന്നിട്ട് ഐ ആം സോറി, പ്ലീസ് ഓക്കെ, താങ്ക് യു, ഐ ലവ് യു. അതാണ്, അത് ചെയ്യൂ കേട്ടോ. ഒത്തിരി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇത് ഒരു 2 മാസത്തോളമായിട്ട് ഞാൻ ഡെയിലി അത് ചെയ്യുന്നുണ്ട്. അതെന്ത് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ട ഒരു രീതി പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ശ്വാസം ശ്രദ്ധിച്ച് നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്കാലത്തേക്ക് പോയിട്ട് ആ കുട്ടിയെ നിങ്ങൾ എന്ത് ചെയ്യുക, ഹഗ് ചെയ്യുക. അതാണ് ഇന്നർ ചൈൽഡ് ഹീലിങ്ങിന്. ആ ഹഗ് ചെയ്യുക, ആ കുട്ടിയോട് കെട്ടിപ്പിടിക്കുക, ഉമ്മ കൊടുക്കുക, ഇതെല്ലാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. ഇന്നർ ചൈൽഡ് ഹീലിങ്ങിൻ്റെ ഒരു ലെവലാണത്. അതൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾ കുട്ടിക്കാലത്തേക്ക് ശാന്തമായിട്ട് പോയിട്ട് ആ കുട്ടിയെ ഹഗ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളെ അംഗീകരിക്കുന്ന കാര്യങ്ങൾ പറ്റില്ല. അതാണ് പ്രോബ്ലം. അതിനെ ചേഞ്ച് ചെയ്യുക. ഓക്കെ, നിങ്ങൾ എന്താണോ അതിനെ ആക്സെപ്റ്റ് ചെയ്യുക കേട്ടോ. ഞാൻ ചെയ്തു. സാർ പറഞ്ഞോളൂ. സാർ സാറ് ഡ്രീം ജോബിന്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. പിന്നെ സാറ് ക്ലാസ് ഒക്കെ കേൾക്കാറാണ്. പക്ഷെ എനിക്ക് സാറ് ക്ലാസ് കേട്ടിട്ട് എല്ലാതും സക്സസ് ആയിക്കണം. ഞാനൊരു ജോബിന് വേണ്ടിയിട്ടാണ് ക്ലാസ് കയറിയത്. ഇന്ന് ഒരു പുള്ളിക്കാരെ അയച്ചു തന്നിട്ടുണ്ട്, ഗവൺമെന്റ് ജോബ്. കഴിഞ്ഞതിന് മുന്നത്തെ ബാച്ച് കേന്ദ്ര സർക്കാരിന്റെ ഗവൺമെന്റ് ജോബ് കിട്ടി. അതെ, അതും കിട്ടി. ജോബ് ക്ലിയർ ആയിട്ടില്ല. ഞാനിപ്പോ കേട്ടിട്ട് അടുത്ത മാസം എഴുതണുണ്ട്. അപ്പോ എനിക്ക് ഈ ബാക്കി എല്ലാ കാര്യങ്ങളും സക്സസ് ആവുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും സക്സസ് ആവുന്നുണ്ട്. ഇതിലേക്ക് എന്തോ ഒരു ബ്ലോക്ക്. അതെന്താണെന്നറിയാം, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് നടക്കില്ല. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, അതൊന്ന് വിട്ടുകളയാ. കുറച്ച് സമയത്തേക്ക്, കുറച്ച് മാസത്തേക്ക്, അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് അതിനൊന്ന് വിട്ടുകളയാ. അതിനെ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കാതിരിക്കുക. അതിനെ ഡിവൈൻ ടൈമിംഗ് എന്ന് പറയും. അത് അതിന്റെ സമയത്ത് നടക്കുന്ന രീതിയിൽ നിൽക്കുക. ഓക്കെ സാർ, അപ്പൊ നമ്മള് ജോബിന് വേണ്ടിട്ട് ഇപ്പൊ തിരയുന്നുണ്ട്. അതും അത് നോർമലായി തിരഞ്ഞാൽ മതി. അല്ലാതെ അതിന് ഭയങ്കര സ്ട്രെസ്, ഒരു മാനിഫെസ്റ്റേഷൻ എന്ത് കാര്യം നിങ്ങൾ സ്ട്രെസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കത് മാനിഫെസ്റ്റ് ആവില്ല. ഇപ്പം തന്നെ പുള്ളിക്കാരിയുടെ സക്സസ് സ്റ്റോറി ഉണ്ടായിരുന്നു.
സാർ ആ ചോദിച്ചോ. നമ്മൾ കുറച്ച് ഇപ്പൊ ഒരു എൻ്റെ ഒരു ആ ഫ്രണ്ടാണ് കൂടെ അപ്പോയിൻമെൻറ്റ് ജോലി ലെറ്റർ ചെയ്യുന്നത്. അയച്ചെന്ന് എനിക്ക്. അപ്പോയിൻമെൻറ്റ് ഗവൺമെൻറ് ജോലി കിട്ടിയെന്ന് നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ. ആ പറഞ്ഞോളൂ. അപ്പൊ നമുക്ക് കുഴപ്പങ്ങളില്ല ആ രീതിയിൽ നമ്മളെല്ലാം ക്ലിയർ ചെയ്തത്. അങ്ങനത്തെ ആളെന്നോട് കൊടുക്കും തീരെ ക്ലിയർ ആവില്ല എല്ലാവരും നിങ്ങൾ പറയുന്നത്. ക്ലിയർ ആവുന്നില്ല. ഹലോ. ആ പറഞ്ഞോളൂ. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കൂടെ അത്രയും ഒരു 5 വർഷത്തിലുള്ള എൻ്റെ ഫ്രണ്ടാണ് ആള്. അപ്പൊ നമുക്കൊരു അങ്ങനത്തെ ഒരു അസുഖങ്ങളൊന്നും ഇല്ല. അപ്പൊ ആള് എന്നോടൊന്നല്ല എന്റെ കൂടെ ജോലി ചെയ്യുന്ന മറ്റുള്ളവരോട് പറഞ്ഞു. അപ്പൊ അവളങ്ങനെ ഇങ്ങനത്തെ അസുഖമാണ്. പക്ഷെ ആ ഒരു കാര്യം ഞാൻ അറിഞ്ഞപ്പോ തൊട്ട് ആ നെഗറ്റീവായിട്ട് എന്റെ മനസ്സിലാണ് അത് കിടക്കുക. ഒരു ഒരാഴ്ചയായിട്ട് അങ്ങനെ തന്നെയാണ്. മനസ്സിൽ പോകുന്നില്ല. അപ്പൊ അതിനെന്താ നമുക്ക് ചെയ്യാന്ന് എനിക്ക് അറിയില്ല. ഓക്കെ. നിങ്ങൾ ഞാൻ അതുപോലെ ഡിവൈൻ ലവ് ഹീൽ മീ, ഡിവൈൻ ലവ് ഹീൽ മീ ആ സ്വിച്ച് വേർഡ് ഉപയോഗിക്കാം ഒരു ഹീലിങ്ങിന്. അതായത് ദൈവികമായ ലവ് ഹീൽ ചെയ്യുന്നു എന്നെ. ഡിവൈൻ ലവ് ഹീൽ മീ ആ സ്വിച്ച് വേർഡ് നിങ്ങൾ പറയും. ഡിവൈൻ ലവ് ഹീൽ മീ. സ്വിച്ച് വേർഡ്സ് ഉണ്ട്, കുറേ സ്വിച്ച് വേർഡ്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് നല്ലൊരു സ്വിച്ച് വേർഡാണ്. ദൈവികമായ സ്നേഹം എന്നെ ഹീൽ ചെയ്യട്ടെ എന്നുള്ളതാണ് കേട്ടോ. നേരം ഇതിലാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ നിങ്ങൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യേണ്ടത് ഷെയർ ചെയ്യാം. ഓക്കെ പറഞ്ഞു. സാർ എനിക്ക് എന്റെ ഒരു ലൈഫിലുള്ള പ്രശ്നമാണ്. എല്ലായ്പ്പോഴും നേരം വൈകും. എങ്ങോട്ട് പോകാനാണെങ്കിലും ഒക്കെ നേരം വൈകും. ഒന്നും സമയത്തിന് ചെയ്യാനായിട്ട് പറ്റില്ല. അതിപ്പോ തൊട്ടല്ല, ചെറുപ്പം തൊട്ടേ ഉള്ളത്. ഇപ്പോഴും എനിക്ക് മാറ്റാൻ പറ്റിയിട്ടില്ല. ചെറുപ്പത്തിലും മാറ്റാൻ പറ്റിയിട്ടില്ല. കല്യാണം കഴിഞ്ഞ് ഉണ്ണി കഴിഞ്ഞിട്ടൊന്നും എനിക്കത് മാറ്റാൻ പറ്റുന്നില്ല. അതിന് ഞാൻ എന്താ ചെയ്യാ? ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക. ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക. ടു ഡു ലിസ്റ്റ് അന്ന് ചെയ്യേണ്ട കാര്യങ്ങളിൽ എഴുതി വെക്കുക. പിന്നെ അത് അതായത് നിങ്ങളെ ചാലഞ്ച് ചെയ്യുക, ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന്. അതായത് നിങ്ങൾ തന്നെ ചാലഞ്ച് ചെയ്യുക. ഞാൻ തന്നെ ചാലഞ്ച് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു ഇറങ്ങാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വീട്ടിൽ നിന്ന് യാത്രയായിട്ട് ഇറങ്ങാനാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ എവിടേക്ക് എത്തിയാലും നേരം വൈകിട്ട് എത്തുള്ളൂ. ഒരു 5 മിനിറ്റ് നേരം വൈകിട്ട് എത്തുള്ളൂ. 5 മിനിറ്റ് ഒക്കെ മിനിമം. പക്ഷെ അതിനൊക്കെ കൂടുതൽ നേരം വൈകിട്ട് എത്തുള്ളൂ. പലതും അങ്ങനെ മിസ്സായി പോവും. അപ്പൊ എനിക്ക് തന്നെ ഉള്ളിൽ വിഷമമുണ്ട്. ഇങ്ങനെ ചുറ്റുള്ളവരൊക്കെ ചീത്ത പറയുകയും ചെയ്യും, എനിക്കും വിഷമമുണ്ട്. പക്ഷെ ആ സാധനം എനിക്ക് ശരിയാക്കാനേ പറ്റുന്നില്ല. അത് നിങ്ങൾ നേരത്തെ സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ആ ഞാൻ വേറൊരു യൂട്യൂബ് ചാനലിൽ കണ്ടതാണ്. എല്ലാ ഫസ്റ്റ് മന്തിന്റെ ഫസ്റ്റ് ഡേയില് നമ്മളിങ്ങനെ റാബിറ്റ് എന്ന് പറഞ്ഞൊരു സ്വിച്ച് വേർഡ് യൂസ് ചെയ്യണമെന്ന്. അതെന്താണോ ഒന്ന് പറഞ്ഞുതരാമോ? ഞാൻ കേട്ടിട്ടില്ല, ഞാൻ വായിച്ചിട്ടില്ല, അറിവില്ല. ഒരു സ്വിച്ച് വേർഡ് എല്ലാ മന്തിലും ഫസ്റ്റ് ഡേ 1-ാം തീയതി എല്ലാ മാസത്തിന്റെയും അല്ല, ആദ്യത്തെ അങ്ങനെ വീഡിയോ കാര്യങ്ങളോ ഈവൻ ഞാൻ സ്വിച്ച് വേർഡ്സിന്റെ ബുക്സ് എല്ലാം വായിച്ചിട്ടുണ്ട്. അത് അങ്ങനത്തെ ഒരു റാബിറ്റ് എന്ന് പറഞ്ഞ റാബിറ്റിന് പ്രത്യേകിച്ച് മീനിങ് ആയിട്ടുണ്ടോ? അല്ല, റാബിറ്റ് ഞാൻ മുയലാണെന്നാ വിചാരിച്ചത്. എനിക്കറിയാം, പറയുന്ന കേട്ടിട്ടുണ്ട്. ഓക്കെ. അത് അങ്ങനത്തെ സ്വിച്ച് വേർഡ്സിനെ കുറിച്ച് അറിയില്ല. ഞാൻ ഈവൻ ആ ബുക്ക് മൊത്തം റെഫർ ചെയ്തിട്ട് അങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ല. 2 ബുക്കായിട്ട് ഈ ബുക്കും കാര്യങ്ങൾ റെഫർ ചെയ്തിരുന്നു. ഞാൻ അങ്ങനത്തെ സ്വിച്ച് വേർഡ് കണ്ടിട്ടില്ല. ഓക്കെ, ശരി. സാറിന് മുമ്പേ ഞാൻ ചോദിച്ചതിന്റെ മറുപടി ആയിട്ട് അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പറ്റും? എനിക്ക് കുട്ടിയോടാണോ കുട്ടിയോട് തന്നെ പറയാം ചെയ്യാനല്ലേ? കാരണം നിങ്ങൾ ചെയ്തത് തെറ്റാണ്. ആദ്യം സെൽഫായി ചെയ്യാം. നിങ്ങൾ കുറെ കുറ്റം ചെയ്തിട്ടുണ്ട്, അത് ആദ്യം നിങ്ങൾ ചെയ്യും. എന്നിട്ട് വേണം മറ്റുള്ളവർ. അതെങ്ങനെ ഞാൻ പറയണോ? അത് നിങ്ങളെ പേര് പറയാം, എന്നിട്ട് ആ ഹോപ്പിനെ യൂസ് ചെയ്യാം. ഓക്കെ. ശരിക്കും പറയുന്നത് ഇത് ഫോർഗിവ്നെസ്സിലാണ് ഉൾപ്പെടുത്തുന്നത്. ഈ ഒരു ചേഞ്ച് പലരും റിലേഷൻ മാസ്റ്ററി തന്നെ കുറേ പേര് ലൈവിൽ ഇപ്പം യൂട്യൂബിൽ ഒരു 5%, 6% മാത്രമാണ് സക്സസ് സ്റ്റോറീസ് ഇട്ടത്. അതിൽ നമുക്ക് കുറേ കുറ്റബോധവും കുറേ അപകർഷബോധം എല്ലാം ഉണ്ട്. അതിനെല്ലാം വിട്ടുകളഞ്ഞ് വരുന്നതനുസരിച്ച് നിങ്ങൾ ലൈഫിൽ ചേഞ്ചസ് വരും. അത് പെട്ടെന്നൊരു ദിവസം വരില്ല. ഇപ്പം ഞാൻ എന്നെ ഹീൽ ചെയ്യുന്ന ശേഷമാണ് എൻ്റെ അച്ഛനും അമ്മയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്നെ മാറിയത്. സെൽഫ് ഹീലിംഗ് നിങ്ങൾ എത്രത്തോളമാണ് ചെയ്യുന്നത് അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലും മറ്റുള്ള ലൈഫിലും നിങ്ങളെ ചുറ്റുമുള്ള എല്ലാ ലൈഫിലും ചേഞ്ചസ് വരും. അതിനാണ്, അതായത് നിങ്ങൾ തന്നെ ഹാപ്പിനെസ്സിനെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. അത് ചെയ്ത് വരിക. അങ്ങനെ നിങ്ങളുടെ വൈബ്രേഷൻ ലെവലിൽ ഫുഡ് ഹാബിറ്റ്സിൽ എന്ത് ചെയ്യുക, കഴിയുന്നത് എന്ത് ചെയ്യുക, നിങ്ങളെ വെജിറ്റേറിയനിലേക്ക് മാറ്റുക. അങ്ങനെ ചേഞ്ചസ് കൊണ്ടുവരിക. ഇപ്പം
ഇപ്പം ഒരു ഉദാഹരണം പറയാം, ഞാൻ നോൺ വെജ് ഞാൻ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്, നോൺ വെജ് കൂടുതൽ കഴിക്കുകയായിരുന്നു. ഇപ്പം ഞാനത് കൺട്രോൾ ചെയ്തു. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അതാണ് കഴിക്കുന്നത്. രൂപത്തിൽ തന്നെ ചേഞ്ച് ഉണ്ട്. ക്ലിയർ ആയോ? ഓക്കെ, അന്നേരം താങ്ക് യു സർ, താങ്ക് യു സർ. സാറേ പിന്നെ ഞാനൊരു കാര്യം ചോദിക്കാം. ചോദിച്ചോളൂ. എന്റെ മോക്ക് സാറേ അവക്ക് മൈഗ്രെയിൻ വരും, തലവേദന വരുമ്പോ ഛർദില് വരുന്നുണ്ട്, പിന്നെ സഹിക്കാൻ പറ്റത്തില്ല, എന്താ ചെയ്യണം? ഞാനൊരു മുദ്ര അയച്ചുതരാം. നിങ്ങൾ ജസ്റ്റ് വാട്സപ്പിൽ എനിക്കൊരു മെസ്സേജ് അയക്കും. ഞാൻ മുദ്ര ഞാൻ അയച്ചു മുദ്ര ബുക്ക് വാങ്ങിയായിരുന്നു, സാറിന്റെ അത് ചെയ്ത് കയ്യിരിക്കുന്നു. മാറ്റിയില്ല. ഇല്ല, ഞാൻ മോള് പാലക്കാടാണ്, ഞാനിങ്ങനെ കൊല്ലത്താണ്. അപ്പൊ എന്നാലും അതാണ്. മുദ്ര ബുക്ക് ഉണ്ടെങ്കിൽ എന്താ, അത് ഞാൻ 2-3 പേർക്ക് പറഞ്ഞു കൊടുത്തില്ല. ആ മുദ്ര എനിക്ക് മൈഗ്രെയിൻ ഇല്ലാത്തതിനെ കൊണ്ട് ഞാനത് ഓർത്ത് വെച്ചിട്ടില്ല. അത് അതുകൊണ്ടാണ് ശരി. ആ മുദ്രയുടെ സാറിന്റെ ബുക്ക്. മുദ്ര പുസ്തകത്തില്ല, ഞാൻ അയച്ചെന്ന മുദ്ര ബുക്കില്ല, അതിന്റെ പിറകിൽ എടുക്കുക. പിറകിൽ രോഗങ്ങളും ഏത് മുദ്ര എന്നുള്ള അത് മുദ്ര പിടിച്ചാൽ മതി. അത് ശരി. നല്ല ചേഞ്ചസ് വരും. എനിക്ക് മുദ്ര ബുക്ക് റെഫർ ചെയ്ത അവരെ ഭാര്യയ്ക്ക് ഈ മൈഗ്രെയിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ മുദ്ര വെച്ചിട്ടാണ്, ഏത് മുദ്ര എന്നുള്ള, കാരണം ഞാനത് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ ആവശ്യമില്ല, കാരണം എനിക്ക് അങ്ങനത്തെ പ്രോബ്ലം ഒന്നുമില്ല. അതുകൊണ്ട് ശരി. അതുപോലെ സാറേ ഞാനിത് ഒപ്പന ഞാൻ എന്റെ വീട് വിൽക്കാനായിട്ട് ഞാനിങ്ങനെ അത് മനസ്സിൽ വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രാവശ്യം ചെയ്തു. അപ്പൊ ഒരാൾ എന്നെ വിളിച്ചിട്ടുണ്ട് സാറേ, 29-ാം തീയതി വന്ന് കാണാൻ വില പറയാന്നൊക്കെ. അപ്പൊ സാറ് ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. സാറേ അത് ഒരു പ്രാവശ്യം ചെയ്തുള്ളൂ, എനിക്ക് സമയം അല്ല, അത് കിട്ടുന്നില്ല. നടക്കും, അത് നടക്കും, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അത് ശരി. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ. മെയിനായിട്ട് ഇത് ഈ ഒരു ഇങ്ങനെ ക്ലാസ് വെച്ചത് പെട്ടെന്ന് തന്നെയായിരുന്നു. ഓക്കെ, ഇന്ന് ഒരു ടെക്നിക്കിന്റെ ഇത് സ്വതവേ അങ്ങനെ ലൈവ് ഞാൻ വരാറില്ല. ഇപ്പം ഇന്ന് ഒരു ഫ്രീ ആണല്ലോ, വിനായക ചതുർത്ഥിയില്ല, അന്നേരം ഞാൻ ഈ ഒരു ടെക്നിക്കിന്റെ വീഡിയോ ചെയ്യാന്ന് കഴിയും. സാറിന്റെ ഈ ക്ലാസ് നല്ല ഒരു അനുഗ്രഹമാണ് കേട്ടോ, ഒരുപാട് അനുഗ്രഹമാണ്. ഓക്കെ, സന്തോഷം. എന്തായാലും കഴിയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിലിപ്പോൾ ഫ്രീ ക്ലാസ് ഉണ്ടാവും. ഫ്രീ ക്ലാസ് കുറേ നമ്മൾ റെക്കോർഡ് യൂട്യൂബിൽ അതെല്ലാം ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കും. ഇൻ കേസ് നിങ്ങൾ പെയ്ഡ് ക്ലാസ്സിലേക്ക് വരണമെങ്കിൽ പെയ്ഡ് ക്ലാസ്സിലേക്ക് വരാം. അത് ഞാൻ ഡീറ്റെയിൽസ് ഞാൻ ഇനിയുള്ള ക്ലാസ്സുകളിൽ പറയുന്നതാണ്. പറയാനെപ്പോഴും ആഗ്രഹിക്കും, പക്ഷേ അത് ഞാനങ്ങനെ പെയ്ഡ് ക്ലാസ് പറയുമ്പോൾ ഞാൻ സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആ, ഏതാ ക്ലാസ് അറ്റൻഡ് ചെയ്തത്? ലോ ഓഫ് അട്രാക്ഷന്റെ ബേസിക് ക്ലാസ് ആണോ? ബേസിക് ക്ലാസ്, ബേസിക്. ഓക്കെ, സന്തോഷം. അത് തന്നെ ഇപ്പോൾ ഏകദേശം ലോ ഓഫ് അട്രാക്ഷൻ ബേസിക് ക്ലാസ് ഇപ്പം സ്റ്റോപ്പ് ചെയ്താണ്. കാരണം അത് റെക്കോർഡൊന്നും ലൈവ് ക്ലാസ് അത് ഇപ്പം ഞാൻ തന്നെ ഏകദേശം 4 വർഷമായി കോഴ്സും കാര്യങ്ങളും. നമ്മുടെ കയ്യിൽ തന്നെ കുറേ സക്സസ് സ്റ്റോറീസ്. ചിലപ്പോൾ ഞാൻ യൂട്യൂബിലത്തെ ഒരു 10% പോലും ഉണ്ടാവില്ല. റിലേഷൻഷിപ്പിൻ്റെ ആവട്ടെ, അത് മെയിനായിട്ട് ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും സക്സസ് സ്റ്റോറീസ് മാത്രമാണ്. അതുകൊണ്ടാണ് അതിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഈ ഒരു, അതായത് നമ്മുടെ ഡിവൈൻനെസ് ഉണ്ട്, നമ്മളെല്ലാം ഡിവൈൻ ബീയിങ് ആണ്. എല്ലാവരുടെ ഉള്ളിലും ദൈവികത ഉണ്ട്. ഈ ദൈവികത നഷ്ടപ്പെടുന്നതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ കുറ്റം പറയും. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ മൊത്തം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും മതപരമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം തന്നെ കണ്ടിട്ട് നമ്മുടെ ഉള്ളിലേക്ക് നെഗറ്റീവായിട്ടുള്ള തോട്ട്സും നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് അറിയാം. നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പുറമേ കാണുന്നത്. യഥാ ദൃഷ്ടി തഥാ സൃഷ്ടി. എന്താണോ നിങ്ങൾ നോക്കിക്കാണുന്നത് അത് സൃഷ്ടിക്കപ്പെടുന്നതാണ്. അത് നിങ്ങളെ സോഷ്യൽ മീഡിയ ഇപ്പോൾ കുറേ മീൻസ് എന്താണ് ടോക്സിക് ആയിട്ടുള്ള വീഡിയോസ് കാണാതിരിക്കുക, നിങ്ങൾക്ക് ഹാപ്പിനെസ് നൽകുന്ന അങ്ങനത്തെ വീഡിയോസ് എപ്പോഴും ഇന്ദ്രിയങ്ങൾ മാനിഫെസ്റ്റേഷനിൽ വേണ്ട ഒരു 90% ഇൻഫർമേഷൻ നമ്മളെ സബ് കോൺഷ്യസിലേക്ക് കൊണ്ടുവരുന്നത് കണ്ണുകളാണ്. കണ്ണുകൾക്ക് നല്ല കാഴ്ച കൊടുക്കുക. ഇപ്പം വിഷൻ ബോർഡ്, ഇപ്പം എൻ്റെ വിഷൻ ബോർഡാണിത്. വിഷൻ ബോർഡ് ഡ്രീംസ് എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ നിങ്ങളെ കണ്ണുകളുടെ മുന്നിൽ അത് എഴുതി വെക്കുക. മൊബൈലിലെ സ്ക്രീനിലോ എന്താണ് ബോർഡ് ഉണ്ടാക്കില്ല, ആ ബോർഡ് എവിടുന്ന് നമ്മൾ വാങ്ങുക? അത് ആമസോണിൽ നിന്ന് വാങ്ങിയാണ്. ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഗ്രൂപ്പിൽ, അത് ജസ്റ്റ് നിങ്ങൾക്ക് ഇത് വാങ്ങുന്നില്ല, ഒരു ചാർട്ടില്ലേ, ചാർട്ട് പേപ്പറിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒട്ടിച്ച് വെക്കാം. ഒട്ടിച്ചിട്ട് വാളിൽ പേസ്റ്റ് ചെയ്താൽ മതി, അങ്ങനെ ഇട്ട് വെക്കാം. അത് തന്നെ ഇപ്പം വിഷൻ ബോർഡ് ആവട്ടെ, അത് ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ നിങ്ങൾ കൊടുക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവായ കാര്യങ്ങൾ കൊടുക്കുക. നിങ്ങൾ ചില ആൾക്കാർ പറയാറുണ്ട് ഫുൾ നെഗറ്റീവായിരിക്കും, നെഗറ്റീവായ കാര്യങ്ങൾ സംസാരിക്കും. രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് ഒരു പുസ്തകം എടുത്തിട്ട് കുറച്ച് 10 കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ചെയ്തു. അതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ പോലും എഴുതേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓരോ നിമിഷങ്ങളിലും എനിക്ക് എന്ത് വരുന്ന സമയത്ത് ഞാൻ അതിൽ കൃതജ്ഞതയുണ്ട്. അല്ലാതെ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഒരു ബുക്ക് തുറന്ന് ചെയ്യുന്ന കാര്യമല്ല ഗ്രാറ്റിറ്റ്യൂഡ്. പലരും ചെയ്യുന്ന മിസ്റ്റേക്കാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ശരിക്കും ഈ ടെക്നിക്സോ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാക്കി മാറ്റുക. അതായത് നിങ്ങൾ ഒരു വ്യക്തിയോട് ദേഷ്യപ്പെടരുത്. ഇപ്പം റേക്കി തന്നെ ഒരു ഇതുണ്ട്, ആരും ദേഷ്യപ്പെടരുത്, ആരും കോപിക്കരുത് എന്നൊക്കെ പറഞ്ഞ്
5 റൂൾസോ എന്തോ അങ്ങനെയുണ്ട്. അതിൽ നമ്മൾ ദേഷ്യ കാര്യങ്ങൾ കാണിക്കുന്നതനുസരിച്ച് ഇപ്പോൾ ഒരാൾ മോശമായി പെരുമാറി നോക്കുക. ഓക്കെ, അവരെ തിരിച്ച് ഇങ്ങനെ ദേഷ്യപ്പെടണം. ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ചാൽ എന്തെങ്കിലും ഒരു ദേഷ്യപ്പെടുകയാണ് തിരിച്ച് ദേഷ്യപ്പെട്ടിട്ട് എനിക്ക് ജയിക്കണം എന്നുള്ള തോട്ടാണ് വരാറ്. ഇപ്പോൾ ആരെന്ത് ദേഷ്യപ്പെടുക ഞാൻ സ്വയം ചോദിക്കും, ഇത് ഞാൻ പ്രതികരിക്കണോ വേണ്ടയോ, അത് അയാളെ ഒരു നിലവാരം കുറവാണോ, അല്ലെങ്കിൽ അവർക്ക് അത് ഞാൻ എന്തിനാ എൻ്റെ എനർജി വേസ്റ്റ് ചെയ്യും. ഞാൻ ഓക്കെ ഇപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ സോറി തെറ്റുപറ്റിപ്പോൾ അല്ലെങ്കിൽ വിട്ടേക്കും, ഇതിലൂടെ വിട്ടേക്കും. കാരണം അത് നമ്മൾ പ്രതികരിക്കുകയാണെങ്കിൽ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളെ വീണ്ടും അതുമായിട്ട് ബന്ധപ്പെട്ട തോട്ട്സ് വന്നിട്ടുണ്ട്. നേരെ മറിച്ച് അതിനെ ഫോർഗീവ് ചെയ്ത് ഇപ്പോൾ ഒരാൾ ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ അത് പ്രതികരിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അവരെ നിലവാരം നോക്കും, അവരൊന്നുമല്ല, ഞാൻ എത്രയോ ബ്ലെസ്സിങ്സോ കാര്യങ്ങളോ എനിക്ക് കിട്ടിയിട്ടുണ്ട്, എന്തിനാണ് ഞാൻ അതിന് പ്രതികരിക്കുമ്പോൾ നമ്മളെ എനർജീനെ എന്തിനാണ് വേസ്റ്റ് ചെയ്യുന്നത്? കാരണം നമ്മൾ ഇത്രയും എനർജി ഭക്ഷണത്തിലൂടെ ചിന്തകളിലൂടെ എല്ലാം കൊണ്ടുവന്ന് വെച്ചാൽ അവർക്ക് അത് കൊടുക്കേണ്ട ആവശ്യമില്ല, അതിനെ വിട്ട് കളയും. അങ്ങനെ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരുന്നെങ്കിൽ നമ്മളെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നല്ല ചേഞ്ചസ് വരും. അതിൽ എനിക്ക് ഫ്രണ്ട്സ് എന്തെങ്കിലും പറയുന്ന സമയത്ത് അതിൽ ആർഗ്യൂ ചെയ്ത് ജയിക്കുക ഭയങ്കര ലഹരിയായിരുന്നു. ഇപ്പം ഞാൻ എല്ലാം വിട്ട് കളഞ്ഞു. ആർഗ്യുമെൻറ്റ് ചെയ്തിട്ട് ജയിക്കുക, ഡിബേറ്റ് ചെയ്യുക, അങ്ങനത്തെ ഒന്നുമില്ല. ഓരോരുത്തരും അവരവരെ ശരികളിലാണ് ജീവിക്കുന്നത്. ആ ശരികൾ തന്നെ അവർ നിൽക്കട്ടെ, ഞാൻ എൻ്റെ ശരികളിൽ പോകുന്നു. ഞാൻ ശരിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ബന്ധം നഷ്ടപ്പെടും. അങ്ങനെ അതായത് നമ്മളെ എനർജിയെ കയ്യിൽ നിന്ന് സേവ് ചെയ്യുക, നമ്മളെ ഡ്രീംസിലേക്ക് മാത്രം നമ്മളെ എനർജിയെ ചാനലൈസ് ചെയ്യുക, അതാണ് ചെയ്യേണ്ടത്. എന്നാൽ നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ് ഉണ്ടാവും. എക്സ്പെക്റ്റേഷൻ കഴിയുന്നതും മറ്റുള്ളവരുടെ എക്സ്പെക്റ്റേഷൻ കുറയ്ക്കുക. നിങ്ങളുടെ ഡ്രീംസിലാണ് എക്സ്പെക്റ്റേഷൻ കൊടുക്കേണ്ടത്. ഓക്കെ, എൻ്റെ ഡ്രീംസ് കാര്യങ്ങൾ ഇപ്പം തന്നെ ഉദാഹരണത്തിന് എൻ്റെ 2 ചാനൽ മോണിറ്റൈസേഷനായി, ഇനി 3ാമത്തെ ചാനൽ ക്രിയേറ്റ് ചെയ്ത് അത് മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടി നിൽക്കുകയാണ്, അതിൻ്റെ പ്ലാനിങ്ങിലാണ്. അതായത് നിങ്ങൾ ഡ്രീംസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുക, റിലേഷൻഷിപ്പിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കാതിരിക്കുക. റിലേഷൻഷിപ്പ് എപ്പോഴും ബൈ പ്രൊഡക്റ്റാണ്, ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ടെന്നു. ഒരിക്കലും റിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിൽ പരാജയപ്പെടും. റിലേഷൻഷിപ്പ് എപ്പോഴും ബൈ പ്രൊഡക്റ്റാണ്. നിങ്ങളെ സക്സസിൻ്റെ റേഞ്ച് അനുസരിച്ചാണ് നിങ്ങൾ റിലേഷൻഷിപ്പ് വരിക. അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ കോളേജ് ടൈമിൽ ഞാനൊരു ബേസിക്കലി ഒരു ഇൻട്രോവേർട്ടാണ്. അങ്ങനെ ഞാൻ ചിന്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് വേണം, കാര്യങ്ങൾ വേണം എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ ആ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ പോവുക, സംസാരിക്കുക, കാര്യങ്ങളും ചെയ്തു. ഞാൻ അവരെന്തെങ്കിലും ആവശ്യപ്പെടുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ സഹായിക്കും. എനിക്കെപ്പോഴും അവരെ അംഗീകാരം കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ പോയി എനിക്ക് ചെറിയ ആവശ്യം വരുന്ന സമയത്തും അവരൊന്നും തന്നെ എന്നെ സഹായിക്കുകയോ അല്ലെങ്കിൽ എനിക്ക് വേണ്ട സ്നേഹമോ റെസ്പെക്റ്റോ ഒന്നും തന്നെ കിട്ടിയില്ല. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്, നീ നിന്നെ ഉയർത്താത്തിടത്തോളം കാലം നിൻ്റെ ബന്ധങ്ങൾ ഉയരില്ല. നീ നിന്നെ ഇപ്പം നിങ്ങൾക്ക് കുറേ റിലേഷൻഷിപ്പ് ഉണ്ടാവും, വലിയ ആൾക്കാരുണ്ടാവും, പക്ഷെ നീ ഉയരാത്തിടത്തോളം കാലം നിൻ്റെ ബന്ധങ്ങൾ ഉയരില്ല. അതെന്നെ എപ്പോഴും എനിക്ക് ഒരു കോട്ട് നമ്മൾ ചില്ലിട്ട് വെക്കില്ലേ, അതേപോലെയുള്ളതാണ്. നീ നിന്നെ ഉയർത്താത്തിടത്തോളം കാലം നിൻ്റെ ബന്ധങ്ങൾ വരില്ല. അതുകൊണ്ട് ഞാൻ ബന്ധങ്ങളെ തേടി പോകാറില്ല. ഐ ജസ്റ്റ് മാനിഫെസ്റ്റ്. അതായത് ഞാൻ എന്നെ ഉയർത്തുന്നതനുസരിച്ച് എനിക്ക് വേണ്ട ബന്ധങ്ങൾ എന്നെ തേടി വരും. അത് ബിസിനസ് ആവട്ടെ, അത് ഫ്രണ്ട്ഷിപ്പ് ആവട്ടെ, എല്ലാം തന്നെ ബിസിനസ് പാർട്ട്നേഴ്സ് ആയാലും എല്ലാം തന്നെ ഞാൻ എന്നിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ്. ഇതാണ്. അതുകൊണ്ട് നിങ്ങളെ ഉയർത്തുക. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡ്രീംസിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ട നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക, അതെല്ലാം ഒന്ന് ഫോളോ ചെയ്യും, നല്ല ചേഞ്ചസ് വരും. ക്ലിയർ ആയോ? ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്യാം. കഴിഞ്ഞ തവണ 4-5 പേര് എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്യാനുള്ള സമയം തന്നില്ല എന്ന്. ആർക്കൊക്കെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെങ്കിൽ ക്യാമറ ഓൺ ചെയ്ത് നിങ്ങൾക്ക് പറയാം. അത് ഞാൻ വീണ്ടും പറയാം. സാർ ഞാനൊന്ന് പറഞ്ഞോട്ടെ? ഓക്കെ, ക്യാമറ ഓൺ ചെയ്യാൻ പറ്റിയെങ്കിൽ ചെയ്തോളൂ. സാർ എൻ്റെ പറഞ്ഞോളൂ. പോയല്ലോ. സാർ നേരത്തെ ഞാൻ ആ ടൈം മാനേജ്മെന്റിന്റെ കാര്യം ചോദിച്ചിരുന്നു, അതൊന്ന് എനിക്ക് പറഞ്ഞു തരുമോ? ഓക്കെ, നിങ്ങളാണ് ചോദിച്ചല്ലേ ടൈം മാനേജ്മെന്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റതിന് ശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് അന്ന് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചൊന്ന് വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതിന് ഒരു ഇത് കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കാര്യം ചെയ്തു, ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിഠായോ കാര്യങ്ങൾ കൊടുക്കുക നിങ്ങളുടെ മനസ്സിൽ. അതായത് നിങ്ങൾ അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മുട്ടായോ അല്ലെങ്കിൽ ഒന്ന് പുറകെ പോയിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കും. നിങ്ങൾക്ക് അങ്ങനെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സ്വന്തം ഒരു കോൺഫിഡൻസ് ലെവൽ കൂടും. നിങ്ങളുടെ കോൺഫിഡൻസിൻ്റെ കുറവ് കാരണമാണ് നിങ്ങൾക്ക് ഇത് പറ്റുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയൊരു അച്ചീവ്മെന്റ് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. സാധാരണ എനിക്ക് അങ്ങനെ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കാറില്ല. അതേ സമയത്തിന് ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കും, അതൊന്നും പറ്റില്ല. എനിക്കെന്ന് വിചാരിക്കും അന്നാ നേരം വൈകിയിരിക്കുക, അപ്പൊ പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തിനും കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞ കാര്യമുണ്ട്. അത് കമ്മിറ്റ്മെന്റ് ഒരിക്കലും ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ചെറിയ കാര്യങ്ങൾ അതൊന്ന് ചെയ്തു നോക്കുക. ചെറിയ കാര്യങ്ങളിൽ ഇപ്പൊ ഇന്ന് തന്നെ
ഇന്ന് ചെറിയ കാര്യം ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിന് പകരമായിട്ട് നിങ്ങൾ മനസ്സിലേക്ക് അത് ഞാൻ ഇപ്പം ഉദാഹരണത്തിന് ഒരു പട്ടിയെ മരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സിംഹത്തെല്ലാം മരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സ് പോലെ തന്നെയാണ്. അതെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിന് ഒരു ഗിഫ്റ്റായിട്ട് ഒരു മീറ്റിൻ്റെ പീസ് കൊടുക്കുക. എന്നാൽ അത് അത് സന്തോഷിക്കും. നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊന്ന് ചെയ്തു. അതുപോലെ എനിക്ക് ഒരു സക്സസ്ഫുൾ സ്റ്റോറിയും കൂടി ഉണ്ട്. അതായത് സാറിന്റെ ഇതേപോലെ തന്നെ ഞാൻ ഒരു സൂം മീറ്റിൽ കേട്ടതാണ്. വേറൊരു ചേച്ചിയുടെ സാർ പറഞ്ഞതാ, എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോ ഇന്നർ ചൈൽഡ് മെഡിറ്റേഷൻ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അന്ന് ആദ്യമായിട്ടാണ് അത് കേൾക്കുന്നത്. എനിക്ക് അന്ന് ആ ചേച്ചി പറഞ്ഞ അതേ സെയിം സംഭവം എനിക്കുള്ള പോലതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാനിങ്ങനെ യൂട്യൂബിൽ അടിച്ചിട്ട് ഒരു ഇന്നർ ചൈൽഡ് മെഡിറ്റേഷൻ ഞാൻ ചെയ്തു. അതന്ന് ഫസ്റ്റ് ദിവസം ചെയ്ത അന്ന് തന്നെയാണ് എന്റെ ഒരു ബ്രദർ എന്നെ വിളിച്ചിട്ട് പറയുന്നത്, ഒരു പോളിസി ഉണ്ട്, അത് ഞാൻ എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ കറക്റ്റ് അത് എനിക്ക് കിട്ടും ചെയ്തു. അങ്ങനെ ഒരു കാര്യം ഉണ്ട്. താങ്ക് യു സാർ. സാറിന്റെ ക്ലാസ് ശരിക്കും വളരെ ഉപകാരമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ സാറിന്റെ ക്ലാസ് ഇപ്പൊ ഒരു വർഷത്തോളം എടുത്തിട്ടാണ് ഞാൻ സാറിനായിട്ട് സംസാരിച്ച് ഇതിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. ശരിക്കും ഞാനിത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഒക്ടോബർ ആ സമയത്താണ് സാറിനെ ഞാൻ കാണുന്നത്. പക്ഷെ അന്ന് എനിക്കിത് അറിയില്ല, നല്ലതോ പൊട്ടയോ എന്താ കാര്യം എന്നുള്ളത് അറിയില്ല. അങ്ങനെ ഇതിൽ തട്ടിക്കളിച്ച് ഏകദേശം ഒരു വർഷത്തോളം എത്തി ഞാന്. പക്ഷെ ഇപ്പൊ എനിക്കിതിൽ പൂർണ്ണ വിശ്വാസമാണ്. ഇതിന് അന്നൊക്കെ ഞാൻ ഫ്രണ്ട്സിന് ഇത് ഞാൻ അയച്ചു കൊടുക്കും, ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട് നോക്കിക്കോ എന്ന് പറയും. ഞാൻ ആരോടും കമ്പനി ഇല്ല, ഇത് നല്ലതോ പൊട്ടയെന്ന് എനിക്കറിയാത്ത കാരണം. പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നത് 100% കറക്റ്റ് ആണ്. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കുന്ന പോലെ തന്നെ വിശ്വസിക്കാം, ചെയ്തോളാം അറിയോ. താങ്ക് യു സാർ. അത് തന്നെ ഒരു ഉദാഹരണം പറയുകയാണ്. ഇപ്പം ലോ ഓഫ് അട്രാക്ഷൻ എതിർക്കുന്നു കുറേ പേരുണ്ട്, ശരിയാണ്. ഞാൻ ഇതേപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷനെ കുറേ കാര്യങ്ങൾ എതിർക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പറയുന്ന കാര്യം എഫേർട്ട്ലെസ് മാനിഫെസ്റ്റേഷൻ തന്നെ പറയാണ്ട്, അത് വലിയൊരു ടോപ്പിക്കാണ്. എഫേർട്ട്ലെസ് ആയിട്ട് നിങ്ങൾക്കൊന്നും കിട്ടില്ല. അതായത് എനിക്കിപ്പോൾ എഫേർട്ട്ലെസ് മാനിഫെസ്റ്റേഷനാണ് സംഭവിക്കുന്നത്, ആ പണമാട്ടെ എന്താകട്ടെ. പക്ഷെ അതിനുവേണ്ടി ഞാൻ ഏകദേശം 3-4 വർഷം കഠിനമായിട്ട് അധ്വാനിച്ചിട്ടുണ്ട്, സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സിസ്റ്റമാണ് എനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയും സക്സസ് സ്റ്റോറീസും ഇത്രയധികം കോൺടാക്ട്സും ഗ്രൂപ്പും ഉണ്ടെങ്കിൽ അത് ഞാനൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്താണ്. നമ്മൾ എന്തെങ്കിലും ഒരു ലെവലിലേക്ക് ഒരു സിസ്റ്റത്തെ ജനറേറ്റ് ചെയ്യുക. സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈഫിൽ ഹാബിറ്റ് ആയിരിക്കുക, ബിസിനസ് ഒരു സിസ്റ്റം ആയിരിക്കുക. അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് മാനിഫെസ്റ്റേഷനിലേക്ക് നടക്കും. അതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതേപോലെ ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഒരു ദിവസം എന്ത് ചെയ്യുക, ഹാബിറ്റ്സ് എഴുതി വെക്കുക. എന്നിട്ട് ടു ഡു ലിസ്റ്റ് പോലെ എഴുതി വെക്കുക. അത് ചെയ്തിട്ടുണ്ടോ, അതിൽ 5 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നേരം എന്ത് ചെയ്യുക, എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് നൽകുക. കേട്ടോ, അതൊന്നും ചെയ്യും. നല്ല ചെയ്യും. നിങ്ങൾക്ക് അംഗീകാരം തീരെ കിട്ടിയിട്ടില്ല. അല്ല, ഇത് തന്നെ ഉണ്ട്. അതായത് എനിക്ക് കോൺഫിഡൻസ് കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ചൈൽഡ്ഹുഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണത്. അംഗീകാരത്തിനേക്കാൾ കൂടുതലായിട്ട് കുറ്റപ്പെടുത്തലുകൾ എനിക്ക് തോന്നുന്നു കിട്ടിയിട്ടില്ല. അതാ ഞാൻ ചോദിച്ചത്, നിങ്ങൾ കുട്ടിക്കാലത്ത് അംഗീകാരം കിട്ടിയിട്ടില്ല, അതിന്റെ പ്രോബ്ലം ആണ്. അംഗീകരിച്ചിട്ടുണ്ട്, പക്ഷെ അംഗീകരിക്കുന്നതിനേക്കാൾ ഷാർപ്പായിട്ട് മനസ്സിൽ കയറിയിട്ടുള്ളത് കുറ്റപ്പെടുത്തലാണ്. അതെല്ലാവർക്കും മിക്കവർക്കുമുള്ള എനിക്ക്. പക്ഷെ എനിക്ക് അത് അങ്ങോട്ട് ക്ലിയർ ആക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല. സാറിന്റെ ക്ലാസ്സിന് അടുത്ത മാസം എനിക്ക് ജോയിൻ ചെയ്യണം. അടുത്ത മാസം ഇന്നർ ചൈൽഡ് ഹീലിംഗിന്റെ എലമെന്റ് മാഷ് ചെയ്യണം. അതിൽ 4-5 ദിവസം ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആണ്. ഇന്നർ ചൈൽഡ് ഹീലിംഗിൽ നമ്മളെ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്, അതിനെ റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഞാൻ ഒരു തുടങ്ങുന്ന സമയത്ത് അറിയിക്കാം. ഓക്കെ, എന്തായാലും ചെയ്യാം. എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ണാടി നോക്കിയിട്ട് ഒന്ന് നെഞ്ചത്തൊന്ന് തട്ടുക. അയ്യോ, സത്യം പറഞ്ഞ കണ്ണാടി നോക്കാനായിട്ട് എനിക്ക് കണ്ണാടിയിൽ നോക്കിയിട്ട് ഈ അടുത്താണ് ഞാനൊന്ന് കണ്ണാടി നോക്കിയിട്ട് ഞാൻ ചിരിച്ച ഫേസിൽ ഞാൻ കണ്ണാടി നോക്കുന്നത്. അതുവരെ ഞാൻ കണ്ണാടി നോക്കി എന്റെ ഫോട്ടോസ് എടുക്കില്ല, ഒന്നിലും എനിക്കൊരു ഹാപ്പിനെസ് തോന്നാറില്ല. ഒട്ടും എനിക്ക് ഒട്ടും എന്നെ കാണാൻ ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. ബാഗ് ഞാൻ കാണിച്ചു തരാം. അത് ബാഗുള്ള കാര്യമാണ്. ഇതാണ്. അതായത് എനിക്ക് ഇങ്ങനെ ക്യാമറ നോക്കാം, അല്ലെങ്കിൽ കണ്ണാടി എപ്പോഴും ഞാൻ വെക്കാണ്ട്. ഈവൻ ഇത് ഞാൻ മേടിച്ചാണ്, ഇത് ചീർപ്പും കണ്ണാടിയാണ്. അത് എന്നെ നോക്കി വേണ്ടിയിട്ടാണ്. നമ്മൾ എത്രത്തോളം ശ്രമിക്കുന്നു അതെല്ലാം ചെയ്യണം. അതായത് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഇതങ്ങനെ കിട്ടിയിട്ടില്ല, എങ്ങനെ കിട്ടിയാണ്. കണ്ണാടിയുണ്ട്, ചീർപ്പുണ്ട്, ഇതാകുമ്പോൾ സുഖമാണ്. അന്നേരം പറയും കൂട്ടുകാരെ, നീ എന്താ പെണ്ണിനെ പോലെയാണോ, ഫ്രണ്ട്സ് ഓഫീസിലെ. പക്ഷെ എനിക്ക് എന്നെ അത്രയധികം സ്നേഹമാണ്, എന്നെ ഭയങ്കര സ്നേഹമാണ് എനിക്ക്. അതാണ് ചേഞ്ചസ്. ഈ അടുത്ത് ഞാൻ എന്നെ തന്നെ നോക്കിയിട്ട് ഞാനൊന്ന് തംസപ്പ് ചെയ്തിട്ട് ഞാൻ കണ്ണാടിയിൽ നോക്കും. അപ്പോഴാണ് ഞാൻ എന്റെ ചിരിച്ച ഫേസ് ഞാൻ അതുവരെ ഞാൻ കണ്ണാടി നോക്കും. യാത്രയാവുമ്പോൾ നമ്മൾ കണ്ണാടിയിൽ നോക്കും. അപ്പോഴൊന്നിനെ സമയം വൈകിണ്ടോ, അപ്പൊ ടെൻഷൻ അടിച്ച മുഖത്തിലുണ്ടാവുക. എപ്പോഴാണ് ടെൻഷൻ അടിച്ചിട്ടുള്ളത്. ഇപ്പൊ ഞാൻ ബോധപൂർവ്വം തന്നെ ഞാൻ ചിരിച്ചിട്ട് തന്നെ ഞാൻ ഇടയ്ക്ക് നോക്കിയിട്ട് ഞാൻ തംസപ്പ് ചെയ്തിട്ട് ഓക്കെ ഒക്കെ നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ. അതാണ് നിങ്ങൾക്ക് ചേഞ്ചസ്. നിങ്ങൾ സുന്ദരിയാണ്, എല്ലാവരും സുന്ദരിയാണ്. അത് അംഗീകാരം ആർക്കും കിട്ടിയില്ല. അതൊരു കോൺഫിഡൻസ്. അത് ഒരു എന്താ പറയാ, നമ്മൾ കേട്ടിട്ടുള്ള കേട്ട് വളർന്ന ചീത്തയുടെയാണത്.
അത് അത് എനിക്കറിയാം. പക്ഷെ ഭയങ്കരമായിട്ട് ഇതുണ്ടാവും. ഇപ്പൊ എനിക്ക് തന്നെ ശരിക്കും പറഞ്ഞ അംഗീകാരവും കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അത് കാരണം നമ്മൾ എന്ത് ചെയ്യുന്ന സമയത്ത് തെറ്റിപ്പോവോ, അയ്യോ തെറ്റ് പറ്റിയോ എന്നൊക്കെയുള്ള തോട്ട്സ് വരും. ആ ഓക്കെ, എന്തായാലും സന്തോഷം. താങ്ക് യു സാർ. സാറിന്റെ ക്ലാസ് കാരണമാണ് ഇപ്പൊ ഇങ്ങനെ മാനിഫെസ്റ്റേഷൻ. ആ സാറ് ഫ്രീ ക്ലാസ് തുടങ്ങിയ കാരണമാണ്. ഇപ്പൊ ഇതൊരു പെയ്ഡ് ക്ലാസ് ആണെങ്കിൽ ഞാൻ ഈ വഴിയിലേക്ക് വരില്ലായിരുന്നു. ഇല്ല ഞാൻ അത് മെയിനായിട്ട് ഈ ഫ്രീ ക്ലാസ് തുടങ്ങിയ കാരണം എന്ന് വെച്ചാൽ എല്ലാവരും പൈസ ഇല്ല. ഇപ്പം നിങ്ങളെ ഫ്രണ്ട്സിന് വേണമെങ്കിൽ നമ്മളെ ഗ്രൂപ്പിൽ ലിങ്ക് വേണമെങ്കിൽ അതിൽ ആഡ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്. ഇല്ലെങ്കിൽ ലിങ്ക് വേണമെങ്കിൽ എൻ്റെ അല്ലെങ്കിൽ അഡ്മിൻസിൽ ആരോടെങ്കിലും ചോദിച്ചാൽ ഗ്രൂപ്പിൽ ലിങ്ക് അയച്ചിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇപ്പം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടാവും, റിലേഷൻ ഉണ്ട്, അവർക്ക് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ ജോയിൻ ചെയ്തോട്ടെ. സാർ എന്നിട്ട് നമുക്ക് അങ്ങനെ അയച്ചു കൊടുത്താലും അവർ അതിലേക്ക് വരില്ല. അതിനൊരു ഇല്ല, സമയം. അതിൽ വേണമെങ്കിൽ ഒരു നിയോഗം വേണം. അതെ, സത്യം. ഞാനിത് കുറെ പേർക്ക് അയച്ചു കൊടുത്തു. ഞാൻ ഇതിൽ കുറെ ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ അയച്ചിട്ടുണ്ട്. പക്ഷെ അവരൊന്നും അതിലേക്ക് വന്നിട്ടില്ല. കാരണം ഇല്ല ഇപ്പൊ അത് എനിക്ക് അത് വലിയ ഞാൻ സക്സസ്. എപ്പോഴും അത് ചെയ്യാം. നമ്മൾ ചെയ്യേണ്ട കാരണം ഇപ്പം തന്നെ ഞാനിപ്പോൾ പൈസ ഇല്ലാന്ന് പറഞ്ഞാൽ ഫ്രീ ഗ്രൂപ്പിന് അയച്ചു കൊടുക്കാം. അന്നേരം അതിൽ പ്രാക്ടീസ് ചെയ്യുന്നെങ്കിൽ ആൾക്കാർക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഒരു ഫ്രീ ക്ലാസ് പലരും എന്താ ചെയ്യുക അറിയാം. ഫ്രീ ക്ലാസ് എന്ന് പറഞ്ഞ് അത് ഫ്രീ ക്ലാസ് കൊടുത്ത് നേരെ പെയ്ഡ് എന്ന് പറഞ്ഞ് എടുക്കും. പെയ്ഡിലേക്ക് ജോയിൻ ചെയ്യും. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. കാരണം ഞാൻ അങ്ങനെ ഫോഴ്സിലേക്ക് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മളൊരു വാല്യൂ ആഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്ന അവർ ചോദിച്ച് വരും. ഇപ്പം തന്നെ ക്രിസ്റ്റൽസിൻ്റെ ഞാൻ എന്തുകൊണ്ടാണ് ഈ ക്രിസ്റ്റൽസിൻ്റെ കൊടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് റിസൾട്ട് കിട്ടി. അതോടൊപ്പം തന്നെ അത് കറക്റ്റ് കസ്റ്റമൈസ് ചെയ്തിട്ട് ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 4 ബീഡ്സ് റൂട്ട് ചക്രയുടെ 4 ബീഡ്സ് ആദ്യ ചക്രയ്ക്ക് വേണ്ടിയിട്ട് അമിത്തിയസ്റ്റ് അങ്ങനെയാണ് ഞാൻ കസ്റ്റമൈസ് ചെയ്തിട്ട് വന്നത്. അതായത് ഞാൻ അതെന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് കാര്യങ്ങൾ ചെയ്തു. ഇങ്ങനെ ഹീലേഴ്സ്, പ്രാണി ഹീലേഴ്സ്, റേക്കി ഹീലേഴ്സ് നേരിലും കൊടുത്തു, എനർജി ലെവൽ ചെക്ക് ചെയ്തു, നല്ല പ്രൊഡക്റ്റ് ആണെന്നൊക്കെ ചെക്ക് ചെയ്തു. അങ്ങനെ ചെയ്തു. അന്നേരം ഒരു അംഗീകാരം, നമുക്ക് സ്വയം അംഗീകാരം തോന്നും ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അല്ലേ. അങ്ങനെ നമ്മൾ സ്വയം എന്ത് ചെയ്യുക, സന്തോഷം കണ്ടെത്തുക. ഓക്കെ, എൻ്റെ പ്രൊഡക്റ്റ് നല്ലതാണ്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, ഞാൻ കഴിവുള്ളവനാണ്, ഞാൻ സ്പെഷ്യലാണ് എന്നൊക്കെ ചിന്തിക്കാം. അങ്ങനെ വരുന്നതനുസരിച്ചില്ലേ നിങ്ങൾക്ക് സെൽഫ് എന്താ പറയുക, ഒരു ജീവിതത്തിൽ എന്തൊക്കെ നേടിയ പോലെ തോന്നും. ആ ലെവലിലേക്ക് നിങ്ങൾ മാറുക. അല്ലാതെ മറ്റൊരു എനിക്ക് അതുപോലെ തന്നെയുള്ള പ്രശ്നം. ഇപ്പൊ ആരോടെങ്കിലും സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിച്ചാൽ എനിക്ക് വേറെ വന്നു തുടങ്ങും. എന്താണ് പക്ഷെ എനിക്ക് സംസാരിക്കാൻ ധൈര്യമുള്ള ആളാണ് ഞാൻ. എനിക്ക് ഇപ്പൊ സാറിന്റെ അടുത്ത് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലും അതിന് വേറെ ആരോടെങ്കിലും ഇപ്പൊ സംസാരിക്കുമ്പോൾ എനിക്ക് ഉള്ളിൽ നിന്ന് ഒരു വിറക്കില് വരും. നമ്മൾ സ്റ്റേജിൽ കയറി സ്റ്റേജ് ഫിയർ വരില്ലേ, അതുപോലെ. അതെ അത് സംസാരിച്ച് തന്നെ ശീലിക്കുക. ഹൗ ടു ഇൻഫ്ലുവൻസ് ഫ്രണ്ട്സ് ആൻഡ് പീപ്പിൾസ് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. നിങ്ങൾ ഈ പോളിസി കാര്യങ്ങൾ ചെയ്യുന്നല്ലേ, ഒരു ഭാഗ്യം പോലെ കിട്ടിയ ബുക്ക്. അത് വായിച്ച് അല്ലേ, ഇത് ഇംഗ്ലീഷാണ്. എന്റെ കയ്യിൽ ആ ബുക്ക് ഉണ്ടായിരുന്നു. എനിക്ക് ഒരു തവണ എന്റെ ഹസ്ബൻഡിന്റെ അച്ഛൻ എനിക്ക് ഈ ബുക്ക് തന്നതാ. ഇത് നീ വായിച്ചോന്ന് പറഞ്ഞിട്ട്. അന്ന് അത് ഇംഗ്ലീഷാണ്. ആ ബുക്കിന്റെ പേര് പോലും ഞാൻ നോക്കിയില്ലേ. ഈ അടുത്ത് ഞാൻ ആ ബുക്ക് വീണ്ടും എന്റെ മുന്നിൽ വന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോ അതേ ബുക്കാണ്. സാറ് പറഞ്ഞു ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് അങ്ങനെ പറഞ്ഞിട്ട് അതേ ഓതറിന്റെ തന്നെ ആ ഒരു ബുക്ക്. പക്ഷെ അത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല. ഇംഗ്ലീഷ് അറിയാം, പക്ഷെ അതിന് കുറച്ച് അധികം ടൈം എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. 200 രൂപയുള്ളൂ ആ പുസ്തകത്തിന്. മലയാളം അല്ലേ? അതെ, അത് 200 രൂപ. ഇൻ കേസ് അത് കിട്ടിയില്ലെങ്കിൽ ഞാൻ ലിങ്ക് അയച്ചു തരാം. അത് ആമസോണിൽ ഓർഡർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ഓർഡർ ചെയ്ത് വീട്ടിലെത്തിക്കുന്ന ആളെ നമ്പർ തരാം. ബുക്ക് സ്റ്റാളിലൊക്കെ കിട്ടുമോ സാറേ ബുക്ക് മലയാളം? പുസ്തകങ്ങൾക്ക് കിട്ടും. ഇപ്പം നിങ്ങളൊരു പോളിസി കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും കൂടുതൽ വായിക്കേണ്ട പുസ്തകമാണ് ഹൗ ടു ഇൻഫ്ലുവൻസ് ഫ്രണ്ട്സ് ആൻഡ് പീപ്പിൾസ്. നല്ല ഇതൊരു സൈക്കോളജിയാണ്. അത് വായിക്കാൻ നിങ്ങൾക്ക് ആൾക്കാരെ മാനേജ് ചെയ്യുന്നു. ആൾക്കാർ ഭയങ്കരമായിട്ട് ഇതിൽ ഓരോരുത്തരും ഇപ്പോൾ ഞാൻ തന്നെ ചാന്ദിനി എന്തുകൊണ്ട് നോട്ട് ചെയ്തതെന്ന് വെച്ചാൽ അവർ ലൈവിൽ വരുന്നു. അന്നേരം അവർക്ക് ഈ ക്ലാസ് പങ്കെടുക്കാൻ തോന്നും. അതാണ് നമ്മൾ മെൻഷൻ ചെയ്യുക എന്നുള്ളതാണ്. ആൾക്കാർക്ക് വേണ്ട അംഗീകാരം കൊടുക്കുക, കാര്യങ്ങൾ കൊടുക്കുക. അതൊരു ടെക്നിക്കായിട്ടൊന്നുമല്ല. അത് വായിക്കുന്ന കുറേ ഏകദേശം ഒരു 17-18 പോയിന്റ്സ് ഉണ്ട്. പേരുകൾ വിളിക്കുക, വിമർശിക്കാതിരിക്കുക, അവരെ താല്പര്യങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ അത് ഡേൽ കാർണഗിയുടെ ബുക്കാണ്. ഡേൽ കാർണഗി അദ്ദേഹത്തിൻ്റെ ഏകദേശം 17 തവണയോളം ന്യൂയോർക്ക് ബെസ്റ്റ് സെല്ലർ ലിസ്റ്റിൽ പെടുന്നതാണ്. അത് നല്ലൊരു പുസ്തകമാണ്. അത് വായിക്കാൻ നിങ്ങൾക്ക് ഒരു ഹ്യൂമൻ മാനേജ്മെൻറ്റ്, ജനങ്ങളുമായിട്ട് ഇടപെടുന്ന ഒരു ജോലിയോ ബിസിനസ്സോ, മീൻസ് നമ്മളെല്ലാവരും വായിക്കേണ്ട ഒരു പുസ്തകമാണ്. കുറേ പുസ്തകമുണ്ട്, പക്ഷെ ഞാൻ എല്ലാ പുസ്തകവും ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സിമ്പിളായിട്ടുള്ള ബുക്കാണ്, പക്ഷെ പവർഫുൾ, സിമ്പിൾ ബട്ട് പവർഫുൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകമാണ്. കുറച്ച് പേജാളും ഷെൽഫിലുണ്ട്. ബുക്കിന്റെ പേരൊന്ന് പറയാമോ സാറേ? ഹൗ ടു ഇൻഫ്ലുവൻസ് ഫ്രണ്ട്സ് ആൻഡ് പീപ്പിൾ. ഹൗ ടു ഇൻഫ്ലുവൻസ് ഫ്രണ്ട്സ് ആൻഡ് പീപ്പിൾ. ഗൂഗിൾ ആമസോൺ സെർച്ച് ചെയ്യുന്ന കിട്ടും കേട്ടോ. സാറിന്റെ നെയിം റയർ നെയിമാണ്. എന്താണ് നെയിമാണ് അനുവിന്ദ്?
എന്നുള്ള നെയിം അധികം ആൾക്കും ഇല്ലാത്ത നെയിമാണോ? അത് ആ, ഇല്ല, കുറവാണ്, പക്ഷെ ഇപ്പൊ ഉണ്ട്. അനുവിന്ദ് എന്നതിന്റെ ഞാൻ വാക്കിന്റെ മീനിങ് ദ റിസീവർ എന്നുള്ളതാണ്, സ്വീകരിക്കുന്നവൻ. ഞാൻ ചോദിക്കാൻ കാരണം എന്റെ മകന്റെ പേര് അരവിന്ദ് എന്നാണ്. ആ, ഞാൻ പിന്നൊരാൾക്കും ഈ നെയിം കേട്ടിട്ടേ ഇല്ല. ഇപ്പം കേട്ടില്ലേ? പിന്നെ ഞാൻ ആ ചാനൽ ശ്രദ്ധിക്കാൻ തന്നെ കാരണം ആ ചാനലിന്റെ പേര് കണ്ടിട്ടാ. ആ, അതിന്റെ കണ്ടന്റ് എന്താന്ന് നോക്കിയിട്ടല്ല ഞാൻ ഈ ചാനലിൽ കയറിയത്. അതെ അതെ, അത് നമ്മൾ കണക്ട് ആയില്ല, എന്തെങ്കിലും നിയോഗമായിരിക്കും. അപ്പൊ എന്റെ മോന്റെ പേര് കണ്ടുകൊണ്ട് മാത്രം ഞാൻ ആ ചാനലിലോട്ട് കയറി നോക്കിയതാ എന്താണെന്ന് അറിയാൻ. ഓക്കെ, സന്തോഷം. അനുവിന്ദിന്റെ വാക്കിന്റെ പേര് മീനിങ് ദ റിസീവർ എന്നുള്ള. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് നോക്കുക. ഇപ്പം അജിത മീനിങ്, ഇങ്ങനെ മീനിങ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അജിതക്ക് ഒരു മീനിങ് ഉണ്ടാവും. ഇപ്പം തെരേസ, സുന്ദരി അറിയാലോ, സൗന്ദര്യമുള്ള, എങ്ങനെ സുന്ദരി തന്നെയാണ്. സൗന്ദര്യമില്ലേ സാറേ? ഏ, ഞാൻ സുന്ദരിയാന്നുള്ളൂ, സൗന്ദര്യമൊന്നുമില്ല. ആര് പറഞ്ഞു? അല്ല, എല്ലാവരും സുന്ദരന്മാരാണ്. നിങ്ങൾ സാറേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്റെ മോനെ നാളെ ഗൾഫിൽ നിന്ന് ഒരു ജോലിക്ക് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ, ഒരു കട നോക്കി നടത്താന്. അപ്പൊ നാളെ വിസിറ്റിങ്ങും ടിക്കറ്റും പോയിട്ട് എടുക്കണം വെച്ചിട്ടാണ്. സാറിന്റെ ഒരു അനുഗ്രഹം വേണം. ഞാൻ അനുഗ്രഹിക്കില്ല, പ്രാർത്ഥിക്കാം എന്തായാലും. പ്രാർത്ഥിച്ചു. ഞാൻ അനുഗ്രഹിക്കാൻ ഗുരുവോ യോഗിയോ ഒന്നുമല്ല, ഞാൻ സാധാരണ വ്യക്തി മാത്രമാണ്. പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കാം. നാളെ അവര് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ അതെ അതെ, എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. പക്ഷെ നിങ്ങൾ ഒരിക്കലും എന്നെ അനുഗ്രഹിക്കണമെന്നും പറയാം, എനിക്ക് അനുഗ്രഹിക്കാനുള്ള കഴിവൊന്നും. പിന്നെ സാറിന്റെ പ്രാർത്ഥന വേണം. അതെ 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 അതെ, എന്തായാലും പ്രാർത്ഥനയാണ്. എന്താ നടക്കട്ടെ. ഡെയിലി നമ്മുടെ മനസ്സൊന്ന് കൂളാവാന് അല്ലെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റിയ ഒരു സ്വിച്ച് വേർഡ് എന്താ? ഡെയിലി ചൊല്ലാം. അല്ല, ഡെയിലി സ്വിച്ച് വേർഡ് എന്ന് വെച്ചാൽ ഒരിക്കലും ഒരു പോസിറ്റീവ് ലൈഫിൽ ഒരിക്കലും പോസിറ്റീവ് ആയില്ല എന്നുള്ളതാണ് ആദ്യത്തേത്. നിങ്ങൾ ലൈഫിൽ എത്ര പേരുണ്ട്, ഇതിൽ എത്ര പേരുണ്ട്, ചില ട്രെയിനേഴ്സ് പറഞ്ഞത് ലൈഫിൽ ഫുൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അതിന് മാനേജ് ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. അതായത് എന്തുണ്ടെങ്കിലും അതിനെ മാനേജ് ചെയ്യാനുള്ള ഒരു മൈൻഡ്. മെയിനായിട്ട് ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡാണ്. അതായത് എന്തെങ്കിലും ഒരു നെഗറ്റീവായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണമുണ്ട്. അതായത് ഇപ്പോൾ എൻ്റെ ലൈഫിൽ ചില കാര്യങ്ങൾ നടക്കുന്നില്ല, അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ചിലപ്പോൾ അത് നടക്കാത്തത് ചിലപ്പോൾ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. ഇപ്പോൾ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയതിൻ്റെ ചിലപ്പോൾ നല്ലൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അത് കുറച്ചും കൂടി എനിക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിരിക്കും തന്നത് എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കുക. അതായത് നിങ്ങൾക്ക് പോസിറ്റിവിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതായത് ആറ്റിറ്റ്യൂഡാണ് ചേഞ്ച് ആകുന്നത്. സിറ്റുവേഷൻസ് അവിടെ തന്നെ ഉണ്ട്, പക്ഷെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആകാണ്. പണ്ടല്ല എനിക്കൊരു പെയിനോ കാര്യങ്ങളോ ആരെങ്കിലും തരികയാണെങ്കിൽ അയ്യോ, അന്നേരം ഇപ്പോൾ ഞാൻ എൻ്റെ മുന്നത്തെ ലൈവിൽ പറഞ്ഞു 45 ലക്ഷം രൂപ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ്, ആൾക്കാരെ വിശ്വസിച്ചിട്ട് നൽകിയതെല്ലാം തന്നെ. അന്നേരം ഞാനത് എൻ്റെ കഴിവ് കുറവ് എന്നൊക്കെ ചിന്തിച്ച് നിന്നു. പിന്നെ എന്ത് ചെയ്തു, ഓക്കെ, ഇതെനിക്ക് നന്നൊരു പാടാണ്, ഇതെനിക്ക് എന്നാൽ ഒരു അവസരമായിട്ട് ഞാൻ കരുതി. കാരണം ഇനി ഞാൻ കോടികളും കാര്യങ്ങളും ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരില്ലല്ലോ. അന്നേരം അവിടെ എന്ത് സംഭവിച്ചു, ആറ്റിറ്റ്യൂഡാണ് ചേഞ്ച് ചെയ്തത്. പ്രോബ്ലം അവിടെ തന്നെയുണ്ട്, പക്ഷേ എൻ്റെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്താൽ എനിക്കതിനെ മാനേജ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ചിന്തിച്ച് നോക്കി. അതായത് എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള ഇൻസിഡൻസ്, പോസിറ്റീവ് നെഗറ്റീവ് എന്ന് സംഭവിക്കും. നെഗറ്റീവ് നിങ്ങൾക്ക് തരുന്ന ഒരു ലെസൺസ് ആണ് യൂണിവേഴ്സ്, അങ്ങനെ ചിന്തിച്ചാൽ മതി. ഞാനത് ചിന്തിച്ചത് ഇങ്ങനെയാണ്, ഓക്കെ, ഇതൊരു ലെസണാണ്, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ലെസണാണ്, അതെനിക്ക് കിട്ടി, ഇനി എനിക്കത് റിപ്പീറ്റ് ചെയ്ത് വരില്ല. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, എനിക്കറിയാത്ത ബിസിനസ്സോ കാര്യങ്ങളോ ചെയ്യാറില്ല, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാറില്ല, ആരെങ്കിലും കടം ചോദിക്കുകയാണെങ്കിൽ കൊടുക്കാറില്ല. ജെന്യൂൻ ആണെങ്കിൽ മാത്രം എന്നെ കഴിയുന്ന രീതിയിൽ സഹായിക്കും, അല്ലാതെ സഹായിക്കാറില്ല. അങ്ങനെ ചെയ്തു നോക്കും, അതല്ലേ നല്ലത്. ഡെയിലി പറയാനുള്ള ഒരു സ്വിച്ച് ബോർഡാണ് നിങ്ങൾക്ക് വേണ്ടത് അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് പറയാം. ഓക്കെ, ഓക്കെ, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യും, അതിന് ലിങ്ക് ഷെയർ ചെയ്യാം. അന്നേരം അത് ജസ്റ്റ് പ്രസ് ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതി. അതിൽ ഒരു സ്വിച്ച് ബോർഡ് ഉണ്ടായിരുന്നു, അത് എൻ്റെ മനസ്സിലേക്ക്. അതായത് എനിക്ക് പറയേണ്ട അഫർമേഷൻ ഇതാണ്: ഓരോ നിമിഷവും എനിക്ക് അനുകൂലമായ വ്യക്തികൾ, സാഹചര്യ, സമ്പത്ത് എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രപഞ്ചശക്തിക്ക് നന്ദി എന്നുള്ള അഫർമേഷൻ യൂസ് ചെയ്യുക. നല്ല അഫർമേഷനാണ് അത്. എനിക്ക് അനുകൂലമായ വ്യക്തികൾ, സാഹചര്യ, സമ്പത്ത് ഓരോ നിമിഷവും എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ബിസിനസ് ഗ്രോത്തിന് എനിക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റായ അഫർമേഷനാണിത്. ഞാൻ ഡെയിലി ഉപയോഗിക്കുന്ന അഫർമേഷൻസിൽ ഒന്നാണിത്. ഒന്നുകൂടി പറഞ്ഞു സാറേ. എൻ്റെ വളർച്ചയ്ക്ക് അനുകൂലമായ വ്യക്തികൾ, സാഹചര്യ, സമ്പത്ത് സന്ദർഭങ്ങൾ എൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ വ്യക്തികൾ, സാഹചര്യ, സമ്പത്ത് ഓരോ നിമിഷവും എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിന് പ്രപഞ്ചശക്തിക്കാണ് പറയുന്നത്. ഈ അഫർമേഷൻ വെറുതെ ഇത് ചാറ്റ് ചെയ്യുന്ന പോലെയല്ല, അത് ഫീൽ ചെയ്യുക കേട്ടോ.
സാർ ഓക്കെ. ഒന്നും കൂടി പറയൂ സാർ. എന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ എൻ്റെ വളർച്ചയ്ക്ക് അനുകൂലമായ വ്യക്തികൾ, സാഹചര്യ സമ്പത്ത്. വ്യക്തികൾ, സാഹചര്യ സമ്പത്ത്. ഓരോ സാഹചര്യ നിമിഷവും സമ്പത്ത്. ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിന് പ്രമേയശക്തി, ഇല്ലെങ്കിൽ പ്രമേയശക്തി എന്ന് തന്നെ പറയണമെന്നില്ല. നിങ്ങളിപ്പം ഏത് റിലീജിയസ് ആയിട്ടുള്ള ഗോഡിനെയാണ് പ്രാർത്ഥിക്കുന്നത്, ഇപ്പം അള്ളാഹു ആണ് എന്ന് കരുതുക, അള്ളാഹുവിന് നന്ദി പറയുന്നു. ഇപ്പം നിങ്ങൾ ക്രിസ്തുവിനെയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ക്രിസ്തുവിന് നന്ദി പറയുന്നു. മാതാവിനെയാണ് മാതാവ്, കൃഷ്ണനാണ് കൃഷ്ണൻ, വാട്ടവർ. കൃഷ്ണന് നന്ദി. പ്രമേയശക്തി സാർ എന്താ? മുദ്രാബുക്കിന്റെ കാര്യം എനിക്ക് പറയാമോ? ഏ എവിടെ മുദ്ര മുദ്ര ബുക്കിലെ എനിക്ക് മുദ്ര ബുക്ക് പറഞ്ഞില്ലായിരുന്നു കുറച്ച് മുന്നേ. 772 മുദ്ര ബുക്ക് മാത്രം മെസ്സേജ് അയക്കാം. ഞാനൊരു നമ്പർ അയച്ചു തരും, അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. മുദ്ര ബുക്ക് സാറ് പറയുന്ന ഈ മുദ്ര ബുക്കാണോ? അതന്നെ സാധനം. നിങ്ങൾ കയ്യിൽ എല്ലാ സാധനം ഉണ്ടല്ലോ അല്ലേ? ആ, മാളിക്കടവെന്ന് വാങ്ങിച്ചതാ. ഞാൻ അവിടെ പോയതാണ് 6 ദിവസത്തെ അതെ, മുദ്ര. ഓശയുടെ അല്ലേ? ആ, അതെ അതെ. ആ സാറ് മരിച്ചുപോയി. സാധനം എനിക്കറിയാം. അഭിഷേക് സാറ് മരിച്ചുപോയി. ഞാൻ അവിടെ ഉണ്ടായിരുന്നു, കുറെ അതെ കാലം ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾ അത്യാവശ്യം സ്പിരിച്വൽ പാത്തിലാണുള്ളത് അല്ലേ? ഏ ആത്മീയമായിട്ടുള്ള വഴിയിലാണുള്ളത് അല്ലേ? അതെ അതെ, അവിടെ ഉണ്ടായിരുന്നു. അവിടെ മെഡിറ്റേഷൻ ഒക്കെ 2 മണിക്കൂറാ. അതെ നല്ല അതെ. നല്ല മെഡിറ്റേഷനാ. എനിക്ക് എല്ലാ ഞായറാഴ്ചയും പോകലുണ്ടായിരുന്നു. ഇപ്പം വേറെ പല സ്ഥലത്തും പോകാനുള്ളതുകൊണ്ട് പോകാൻ പറ്റുന്നില്ല. ഓക്കെ 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 ഓക്കെ. ആ, ഈ മുദ്രയിലുണ്ട് പിന്നെ ഛർദിക്കൊക്കെ വായുമുദ്ര, സൂര്യമുദ്ര, അപാൻ മുദ്രയൊക്കെ പറഞ്ഞിരിക്കണേ. ഉം. ഛർദിക്കും തലവേദനയ്ക്കും ഒക്കെ ആ ലാസ്റ്റ് പേജിലുണ്ട്. ഓക്കെ സന്തോഷം. ഓക്കെ. അതേപോലെ തന്നെ നിങ്ങൾ ഒരു ലേഡിയാണ്, നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ്സോ കാര്യങ്ങളോ ഒന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നിങ്ങൾ ഞാൻ വെറുതെ ഇരിക്കല്ല. അല്ല, നിങ്ങളല്ല പറഞ്ഞത്, ആ, ചേച്ചിയല്ല പറഞ്ഞത്. ഞാനൊരു യോഗ ട്രെയിനറാണ്. യോഗ നടത്തിയിരുന്നു. ഇപ്പൊ കുറച്ച് പിന്നാക്കാണ്. എനിക്കതൊന്ന് മുന്നോട്ട് കൊണ്ടുപോകണം. അത് കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങും. നിങ്ങൾക്ക് ഏറ്റവും വലിയ ബ്രാൻഡ് എന്താ? നിങ്ങളെ വയസ്സാണ്. ഇത്രയും വയസ്സ് വയസ്സ് കുറച്ചല്ലേ, 75 ഉള്ളൂ. അതാണ് നിങ്ങളെ ബ്രാൻഡിങ്. നിങ്ങൾ എന്ത് ചെയ്യാ, ഇത് നിങ്ങൾ സോഷ്യൽ മീഡിയ തുടങ്ങിയിട്ട് 25 വയസ്സിൽ യോഗ പഠിപ്പിക്കുന്നു എന്ന് പറയാം. പൂർണ്ണ ആരോഗ്യ ദിവസം യോഗയാണ്. പേഴ്സണൽ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാം. കുറെ പേരോട് ഞാൻ ഈ സുഷമാന്നായിട്ട് പറഞ്ഞ ലേഡി ഉണ്ടായിരുന്നു. യൂട്യൂബിൽ എങ്ങനെ തുടങ്ങണമെന്നൊന്നും എനിക്കറിയില്ല. എങ്ങനെയാണ് ഇതിന്റെ സംവിധാനങ്ങളൊന്നും അറിയില്ല. മരുമക്കളുണ്ടോ? മരുമക്കള് എന്ന് വെച്ചാല് മക്കളെ മകന്റെ ഭാര്യമാരാ? മകന്റെ ഭാര്യ, അതോടൊപ്പം പേരക്കുട്ടികള്. ആ, പേരക്കുട്ടികള് 3 പേരുണ്ട്. മകൾക്ക് ഒരു മകളാണുള്ളത്. മകന് 2 ആൺമക്കളാണ്. +1 മൂത്താള് പഠിക്കുന്നത്. ചെറിയ ആൾ 5ലാണ്. അവനോട് പറയാം യൂട്യൂബ് ചാനൽ തുടങ്ങിത്താ മോനെന്ന്. അവർക്ക് അറിയോന്ന് എനിക്കറിയില്ല. അവർക്കെല്ലാം അറിയായിരിക്കും. അവർക്ക് നിങ്ങളൊക്കെ നല്ല അറിവുണ്ടാവും. യോഗ ക്ലാസ് അവർക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, നീ അന്ന് തുടങ്ങി തരാന്നെങ്കിൽ എന്തെങ്കിലും കൊടുക്കുക, നീ തുടങ്ങിത്താ വീഡിയോ എഡിറ്റിംഗ് എല്ലാം അവർക്കെല്ലാം അറിയായിരിക്കും. ചുമ്മാ ഇപ്പൊ ഞാൻ തന്നെ ഇതേപോലെ പേഴ്സണൽ കൺസൾട്ടേഷനിൽ ഈ വരുന്ന സമയത്ത് ചില ആൾക്കാർ പറയും, ചില ലേഡീസ് പറയും ഈ ബ്യൂട്ടി പാർലർ നടത്തും. അതായത് അവരോട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, മക്കളോട് പറയേണ്ടത്, നീ ഒരു ഇൻസ്റ്റാഗ്രാം വഴി ബിസിനസ് ചെയ്താൽ നിനക്ക് പ്രോഫിറ്റിന്റെ 50% കിട്ടും. ബിസിനസ് പാർട്ണർഷിപ്പാണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയാം. നീ എന്നെ സഹായിക്കണം, ഞാനൊരു പാർട്ണറിനെയാണ് നോക്കുന്നത്. അന്നേരം മക്കൾ സഹായിക്കും. ഓക്കെ, അമ്മ എനിക്ക് പ്രോഫിറ്റിന് പേഴ്സൻറ്റ് തരുമല്ലോ, അങ്ങനെ കൊടുക്കുക. ലോ ഓഫ് അട്രാക്ഷന്റെ ബുക്കൊക്കെ എന്റെ അടുത്തുണ്ട്. മനസ്സൊരു വിസ്മയം എന്നുള്ള ബുക്കൊക്കെ. 4 ബുക്ക് അതിന്റെ തന്നെ ഉണ്ട്, വായിക്കാറുണ്ട്. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ പറയാറും ചെയ്യാറുണ്ട്. പക്ഷെ ഒന്നും പ്രാബല്യത്തിൽ വന്നിട്ടില്ല എനിക്ക്. ഇവൻ നിങ്ങൾ യോഗ ചെയ്യുന്ന സമയത്ത് പോലും വരാറില്ലേ? ഇല്ല, യോഗ ഡെയിലി രാവിലെ 1.5-2 മണിക്കൂറൊക്കെ ചെയ്യും. എന്താണെന്നറിയാം, യോഗ ശരീരത്തെയും മനസ്സിനെയും ബന്ധിപ്പിക്കുന്നതാണ്. പക്ഷെ നിങ്ങളെ മനസ്സ് നിങ്ങളെ കയ്യിൽ പ്രാണനില് ശ്രദ്ധിച്ചുകൊണ്ടൊന്ന് യോഗ ചെയ്യും. പ്രാണനില്ലേ, പ്രാണനെ യോഗ പ്രാണായാമൊക്കെ ചെയ്യുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞ കോൺഷ്യസ് ആയിട്ട് അതിനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കോൺഷ്യസ് ആയിട്ട്. പറഞ്ഞത് മനസ്സിലായില്ല. ഓക്കെ, ബോധത്തോടെ അതിനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഹാപ്പിനെസ് കിട്ടും. ബോധത്തോടെ പൂർണ്ണതയിൽ അതിനെ ചെയ്യുക. ഓഷോയുടെ പാത്തിലെ ഫോളോ ചെയ്യുന്നത്.
അന്നേരം അദ്ദേഹം എന്താണ് പറയുന്നത്, എന്ത് ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായിട്ട് അത് നമ്മൾ എന്ത് ചെയ്യുക, അത് ചെയ്യുന്ന സമയത്ത് അതിനെ എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യുക. നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം യോഗ ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനെ എൻജോയ് ചെയ്യുന്നില്ല, അതിൽ ഹാപ്പിനെസ് കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല. ഇപ്പം ഞാൻ തന്നെ ലൈവിൽ ഇപ്പം 1 മണിക്കൂറാണ് പറഞ്ഞത്, 1.5 മണിക്കൂറായി, പക്ഷെ ഞാൻ ഇതിൽ അറിവ് നിങ്ങൾക്ക് നൽകുന്നതിനേക്കാൾ കൂടുതൽ ഞാനിത് എൻജോയ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ കാണുന്നതും നിങ്ങൾ സംസാരിക്കുക എൻജോയ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പോസിറ്റീവ് കാര്യങ്ങളുള്ളൂ. എനിക്കിത് ഇന്നതൊന്നും പ്രതീക്ഷിക്കുന്നില്ല, മറിച്ച് ഞാൻ ചെയ്യുന്നതിൽ എനിക്ക് ഹാപ്പിനെസ് ഉണ്ട്. ഇപ്പം 2 കൺസൾട്ടേഷൻ കഴിഞ്ഞു, 2.5 മണിക്കൂറാണ് കൺസൾട്ടേഷൻ, മോർണിംഗ് ഈവനിങ്. തൊണ്ട വേദന എടുക്കുന്നുണ്ട്, എന്നിട്ട് ഞാനിത് എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്, എനിക്കിത് ഹാപ്പിനെസ് നൽകുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, യോഗ ചെയ്യുന്നതിലൂടെ ഹാപ്പിനെസ്, യോഗ തന്നെയാണ് ഹാപ്പിനെസ്. അത് ചെയ്തിട്ട് അത് കിട്ടുന്നില്ല, അത് ചെയ്യുന്ന സമയത്ത് അതിനെ പൂർണ്ണതയിൽ ആസ്വദിക്കുക. പ്രാണനില്ലേ, അതത് ചെയ്തു നോക്കുക. അന്നേരം നിങ്ങൾക്ക്, കാരണം നിങ്ങൾ യോഗ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇത് നടക്കുന്നില്ലെന്ന് പറയുകയാണെങ്കിൽ അതിൽ ചെയ്യുന്നതിൽ എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ട്. നിങ്ങൾ തെറ്റ് ചെയ്യുന്നു എന്നല്ല പറയുന്നത്, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ചെറിയ മിസ്റ്റേക്ക്, അതൊന്നും ചെയ്താൽ മതി കേട്ടോ, നല്ലതായിരിക്കും. മാറ്റുന്നതിന് എന്ത് ചെയ്യണം? മാറ്റുന്നതിൽ നിങ്ങളുടെ യോഗ ചെയ്യുന്നത് രാവിലെയൊക്കെ നല്ല ഹാപ്പിനെസ്സോട് കൂടി തന്നെയാണ് യോഗയൊക്കെ ചെയ്യുന്നത്. ചെയ്യുമ്പോൾ നമുക്കൊരു മനസ്സിനും ശരീരത്തിനും നിങ്ങൾ ഇപ്പൊ നോക്കിയിട്ട് ഇതിൽ എത്ര പേർക്ക് ഇദ്ദേഹത്തിന്റെ മുഖത്തെ ഹാപ്പിനെസ് കാണാൻ പറ്റുന്നുണ്ട്? ലൈറ്റ് ഞാൻ പറഞ്ഞ ഇതിൽ എത്ര പേർക്ക് അദ്ദേഹത്തിന്റെ മുഖത്തെ ഹാപ്പിനെസ് കാണാൻ പറ്റുന്നുണ്ട്? കാണാൻ പറ്റുന്നില്ലല്ലോ, ഇല്ലല്ലോ. അതായത് അതെന്താണെന്ന് വെച്ചാൽ നമ്മളെന്ത് ചെയ്യുക, ഫേക്കിന് ആൻഡിലും മേക്കിന് എന്ന് പറഞ്ഞ കാര്യമുണ്ട്. നിങ്ങൾ ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ഫേക്ക് ചെയ്യുക, നമ്മളെ ബോഡി ലാംഗ്വേജ് തന്നെ ചേഞ്ച് ചെയ്യുന്ന ഓട്ടോമാറ്റിക്കായി നമ്മളെ ഹോർമോൺസ് ചേഞ്ച് ചെയ്യും. അത് ഒരു ടെക്നിക്കാണ് ഫേക്കിൻ്റെ ആൻഡിലും മേക്കിറ്റ്. അതായത് നിങ്ങൾ ഫേക്ക് ചെയ്തുകൊണ്ട് നിൽക്കുക. ഇത് ഫേക്ക് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഫേക്ക് ചെയ്യാൻ മനസ്സിലായോ? ഫേക്ക് ചെയ്യുക, അതായത് സന്തോഷമുണ്ട്, നമ്മൾ സ്വയം ബോധപൂർവം അഭിനയിക്കാൻ വേണ്ടി ശ്രമിക്കുക. ബോധപൂർവം സന്തോഷമുണ്ട്, ഞാൻ സുന്ദരനാണ്. ഇപ്പോൾ ഞാൻ തന്നെ നമ്മളെ റിയാലിറ്റിയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ കമ്പാരിസൺ കാര്യങ്ങൾ വരും. നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്യുക, അതിനനുസരിച്ച് നിങ്ങൾക്ക് ഹാപ്പിനെസ് വരും. നമ്മൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്താണ് ഹാപ്പിനെസ് പോകുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. എന്താണ് ഇങ്ങനെ സന്തോഷമില്ലാത്തതിൻ്റെ കാരണം എന്താണ്? എന്താണ്? മ്യൂട്ടാണ്. ഓക്കെ 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 നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, നമുക്ക് എന്തായാലും ഒരു പരിഹാരം ഉണ്ടാക്കാം കേട്ടോ. ഓക്കെ. എന്തെങ്കിലും യോഗയുടെ ക്ലാസ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഈ സോഷ്യൽ മീഡിയ ഇൻ കേസ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ എൻ്റെ ഒരു പറഞ്ഞാൽ ഞാൻ സപ്പോർട്ട് ചെയ്തുതരാം. അറിയില്ലെങ്കിൽ ഞാനത് കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ, ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഓക്കെ ഓക്കെ അത് ചെയ്താൽ മതി. ഇത്ര പ്രായമായി ചെയ്യാൻ പറ്റില്ല, ഞാൻ എന്ത് സപ്പോർട്ട് വേണമെങ്കിൽ ചെയ്തുതരാം. ഇൻ കേസ് നിങ്ങൾ കോഴിക്കോടുള്ള എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നാൽ മതി, ഞാനത് സപ്പോർട്ട് ചെയ്തുതരാം. വീഡിയോ എടുക്കുന്നതെല്ലാം പറഞ്ഞുതരാം. സന്തോഷം. ഓക്കെ, ഒന്നും ടെൻഷൻ അടിക്കണ്ട, നിങ്ങളിങ്ങനെ കരയൊന്നും വേണ്ട, നമ്മളിലില്ലേ. ഓക്കെ അന്നേരം വളരെയധികം സന്തോഷം. അതാ 25 വയസ്സിൽ, അതാണ് 25 വയസ്സിൽ ഇങ്ങനെ അതെ 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 കണ്ടില്ലേ. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഇങ്ങനെ സംസാരിക്കാനൊന്നും ഇല്ല. അപ്പൊ അത് നല്ലൊരു കാര്യല്ലേ. അതെ അതെ അതാ ശരിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇൻ കേസ് നിങ്ങൾക്ക് യോഗ ക്ലാസ്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് എലൈൻമെന്റ് മാസ്റ്ററി ഒന്ന് തുടങ്ങട്ടെ, എന്നിട്ട് വേണമെങ്കിൽ ഒരു ക്ലാസ്സും കാര്യങ്ങളും നിങ്ങൾക്ക് യോഗയുടെ ക്ലാസ് എടുക്കുക. ഇപ്പം വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ലൈവ് ക്ലാസ് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തില്ല ഞാൻ, ഇതേപോലെ യോഗ ക്ലാസ്. അതെ, ഭാഗ്യം സി. ഓക്കെ, ഭാഗ്യം സി 25 വയസ്സിൽ യോഗയിലൂടെ ശരീരം ആരോഗ്യം നിലനിർത്തുന്നത് എങ്ങനെ എന്നൊക്കെ ആ മ്യൂട്ടാണ് കേട്ടോ, നിങ്ങളെ വോയിസ് മ്യൂട്ടാണ്, അന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാം. അത് ഞാന് ഒരു യോഗ ക്ലാസ് ഒക്കെ നടത്തിയിരുന്നതാണ്, സ്കൂളുകളിലൊക്കെ നടത്തിയിരുന്നതാണ്. ഇപ്പൊ ക്ലാസ് ഇല്ല, ഇപ്പൊ വേറെ ഞാന് സ്കൗട്ട് ഗൈഡിന്റെ ട്രെയിനറും കൂടിയാ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കോഴ്സിന് പോകേണ്ടി വരും. 7 ദിവസം. ഇപ്പൊ ഞാൻ 7 ദിവസത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് മിനിഞ്ഞാന്ന് അവിടെ എത്തിയിട്ടുള്ളൂ.
നിങ്ങൾ നിങ്ങളെ ആള് വയസ്സ് സൂപ്പർ. സൂപ്പറാണ് അമ്മ. സൂപ്പർ അമ്മ. നാളെ കണ്ണൂരാണ് 31 വരെ ക്ലാസ്, ബേസിക് കോഴ്സ്. ഉം. ബണ്ണി കോഴ്സ് ഉണ്ട് 3.5 വയസ്സ് ഇതെന്നെ മുതൽ മതി. 5 വയസ്സ് വരെയുള്ള അടിപൊളി. ഇതിലെന്നെ കുട്ടികളെ മതി വന്ന പോലെ. അല്ല നിങ്ങൾ ശരിക്കും മാനിഫെസ്റ്റേഷൻ, ഇത് ശരിക്കും ആരോഗ്യം തന്നെയാണ്. നിങ്ങൾ 75 വയസ്സിൽ ഇങ്ങനെ ഓടി അതാണ് നടക്കുന്നില്ലേ? മെയിനായിട്ട്. അല്ല, എന്റെ ആരോഗ്യ ജീവിതം അതാണ് എന്ന് മെയിൻ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഇറച്ചി, മീനും, മുട്ടയൊന്നും കഴിക്കില്ല. ചുവന്ന മുളക്, പഞ്ചസാര, മൈദപ്പൊടി അങ്ങനത്തെ യാതൊരു സാധനം ഉപയോഗിക്കില്ല. അരി തീരെ ഉപയോഗിക്കില്ല. ഉം. അരി ഉപയോഗിക്കില്ല. വെളുത്ത എപ്പോഴെങ്കിലും സാധനങ്ങളൊന്നും കഴിക്കില്ല. ആണെങ്കില് ഉം. പാലക്കാട് മട്ട മാത്രമേ വിളിക്കും. ഞാൻ തീന, ചാമേരി, കൂവരക്, കമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് ഒരുമാതിരി സാധനങ്ങൾ പുളിയൊന്നും ഞാൻ തീരെ ഉപയോഗിക്കാറില്ല. ഓ, നല്ല അപ്പൊ കാര്യം. അതും കൂടെയാണ് എന്റെ ജീവിതം അങ്ങനെ നിലനിൽക്കുന്നത്. എനിക്കൊരു ചെറിയ തകരാറുള്ളത് കാലിന്റെ മുട്ടിന് 80 ആർത്രൈറ്റിസ് വന്നതാ. ഉം. ഇതുവരെ വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇംഗ്ലീഷ് ഗുളിക ഞാൻ കൈകൊണ്ട് തൊടാറില്ല. ഇതുവരെ കഴിച്ചില്ല. വളരെ കാലം എനിക്ക് പനിയെന്ന് പറഞ്ഞ സാധനം വന്നിട്ടില്ല. ഓ. എല്ലാരും പറയുമ്പോ ഞാനും വിചാരിച്ചു ഒരു പനി വന്നെങ്കിൽ. ഞാൻ എന്റെ ആചാര്യനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. സാറ് പറയും ഒരു പനി വന്നാലും നമ്മുടെ ശരീരത്തിലെ എല്ലാ ടോക്സിൻസും ഒഴിഞ്ഞു പോകുമെന്ന്. ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് ഇതുവരെ പനി വന്നില്ല. 10-20 കൊല്ലത്തിലേറെ പനി വന്ന ഓർമ്മയില്ല. പക്ഷെ എന്റെ വീട്ടിലെല്ലാവർക്കും കൊറോണ വന്നിട്ടുണ്ട്. അവർക്കൊക്കെ ഭക്ഷണം പാകം ചെയ്തു കൊടുത്തത് ഞാനാ. അന്ന് എനിക്കൊരു അബദ്ധം പറ്റിയത്, ഈ മാസ്ക് ഇടുമായിരുന്നു. മാസ്ക് ഇട്ടത് കാരണം എന്റെ ഈ മൂക്കിന്റെ 2 ഭാഗത്തും ഇങ്ങനെ ഈ ഉണല് പോലെ പൊന്തിയിട്ട് അത് ഇപ്പോഴും പോയിട്ടില്ല. പിന്നെ ഇപ്പൊ ഞാൻ മാസ്ക് ഉപയോഗിക്കാറില്ല. അത് പേടിച്ചിട്ടല്ല, എല്ലാരും ചീത്ത പറഞ്ഞിട്ടാണ്. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അവർക്ക് കൊടുക്കുമ്പോ പകർന്നാല് പിന്നെ ഞങ്ങളെ നോക്കിയിട്ട് നിന്നെ നോക്കാൻ ആരും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ മാസ്ക് ഇല്ലാതെ ഒക്കെ ചെയ്തു കൊടുത്തത്. എനിക്ക് വന്നിട്ടില്ല. കൊറോണയൊന്നും വന്നിട്ടില്ല, പനിയും വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. സന്തോഷം. ഇത് തന്നെയാണ് നിങ്ങളെ മാനിഫെസ്റ്റേഷൻ. നിങ്ങൾ എന്താന്ന് പറയാ, നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങളിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല, മീൻസ് കൃതജ്ഞതാഭാവമില്ല. കൃതജ്ഞതയൊക്കെ സൂപ്പർ അമ്മയാണ് കേട്ടോ. അമ്മ സൂപ്പർ അമ്മയാണ്. അതെ അതെ അതെ, സൂപ്പറാണ്. ഒരുപാട് സൂപ്പറാണ്. ഓക്കെ. എന്തായാലും എന്തായാലും നമുക്ക് വേണമെങ്കിൽ ക്ലാസ്സും കാര്യങ്ങളും ഓൺലൈനായിട്ട് തുടങ്ങാൻ പറ്റുന്ന ഇതുണ്ടെങ്കിൽ എന്തായാലും ഉഷാറാക്കി നമുക്ക് എന്ത് സപ്പോർട്ട് വേണം ചെയ്യാം. ഓക്കെ. അല്ല, ഞാൻ ഇവിടെ ഉള്ളവർക്ക് വേണമെങ്കിൽ ഒരു യോഗ ക്ലാസ് എടുത്തു കൊടുക്കാം. എനിക്കൊന്നും തരണ്ട. അല്ല അതാ ഞാൻ പറഞ്ഞത്, അത് ഓൺലൈനായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ ഓൺലൈൻ ചെയ്യാം. ആയിക്കോട്ടെ, സാറതിനുള്ള ഒരു സംവിധാനം ചെയ്തു തന്നാൽ. അതെ അതെ അതെ, അത് നോക്കട്ടെ, ഞാൻ ചെയ്യാം. ഓൺലൈൻ ചെയ്യാൻ ഒന്ന്. ഓക്കെ, താങ്ക് യു സാർ. എന്തായാലും സന്തോഷം. ഓക്കെ, നമ്മൾ കഴിയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ. എന്തായാലും ഞാൻ ഒറ്റപ്പെട്ട ഒരു ജീവിതമാണ് നയിക്കുന്നത്. പക്ഷെ എന്നാലും ഞാൻ സന്തോഷവതിയാണ്. അൾട്ടിമേറ്റ് മാനിഫെസ്റ്റേഷൻ ഹാപ്പിനെസ് ആണ്. ഇപ്പം പണവും റിലേഷൻഷിപ്പ് എല്ലാം തന്നെ നമ്മളെ ഹാപ്പിനെസ്സിനാണ്. നമ്മളെ ഹാപ്പി ആണെങ്കിൽ പിന്നെ ഓട്ടോമാറ്റിക്കായി എല്ലാ കാര്യങ്ങളും വന്നോളൂ. മാത്രമല്ല സാർ, ഞാൻ എന്റെ ആരോഗ്യം നോക്കിയിട്ടില്ലെങ്കിൽ എന്നെ കൊണ്ട് മറ്റുള്ളവർ ബുദ്ധിമുട്ടരുത് ഒരു നിർബന്ധം കൂടി ഉണ്ട് എനിക്ക്. അപ്പൊ ഞാൻ എന്റെ ആരോഗ്യം നോക്കിയേ പറ്റുള്ളൂ. ഞാൻ സന്തോഷവതിയായി ഇരിക്കുക തന്നെ വേണമെന്ന് എനിക്ക് തന്നെ അറിയാം. അതെ, അത് തന്നെയാണ്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ സ്കൂളുകളിലേക്ക് വേണ്ട യൂണിഫോം ഒക്കെ അടിച്ചു കൊടുക്കുന്ന ഞാനാ. ഓരോന്നും പോരട്ടെ. ഇതെല്ലാം ചെയ്യുന്നുണ്ട്. എന്നിട്ടും നിങ്ങൾ പറയുന്നത് ഒന്നും നടക്കുന്നില്ല. നടക്കുന്നില്ല, കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഭാഗ്യമുള്ളതാണ് അമ്മ അതിനെപ്പറ്റി പിന്നിലേക്ക് ചിന്തിക്കാൻ. പിന്നിലേക്കൊക്കെ ചിന്തിക്കാറുണ്ട്. എന്റെ കുട്ടിക്കാലത്ത് സാറ് പറയുന്ന മാതിരി അത്ര സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാരൊന്നും അല്ലായിരുന്നു നമുക്ക്. ഇപ്പം പിന്നെ തീരെ മോശമൊന്നുമല്ല. അവിടുന്നൊക്കെ കര കയറി വന്നു, സഞ്ചരിച്ച് ഒരുപാട് ദൂരം സഞ്ചരിച്ചു. അപ്പൊ ഭാഗ്യം കൂടില്ലാത്തോണ്ടാണ് ഒരുപാട് സഞ്ചരിച്ച്. അല്ല അത് പറയുകയാണെങ്കിൽ നിങ്ങൾ ശരിക്കും ഇൻസ്പിറേഷൻ ആണ്, നമുക്കൊരു മോട്ടിവേഷൻ ആണ് ചേച്ചി. എന്തായാലും ഇങ്ങനെ സന്തോഷം പരിചയപ്പെടാൻ കഴിഞ്ഞു. എന്ത് സപ്പോർട്ട് വേണമെങ്കിലും, ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആരും സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നാൽ, പ്രോഡൻസ് അക്കാദമി.
ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ കേട്ടോ, നല്ല സന്തോഷം. ഞാൻ അവിടെ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. അന്ന് ജസ്റ്റ് ഒന്ന് ഫോൺ ചെയ്തിട്ട് വന്നാൽ മതി. ഇങ്ങനെയാണെങ്കിൽ ആ സപ്പോർട്ട് ഒക്കെ. ഓക്കെ, ആയിക്കോട്ടെ. ഒരു നിമിത്തമായിരിക്കും. ചിലപ്പോ എന്റെ മുന്നിലേക്കുള്ളത് നല്ല വഴി തെളിയിക്കാൻ ഒരു നിമിത്തമായിട്ടായിരിക്കും സാറിനെ കണ്ടുമുട്ടാൻ സാധിച്ചത്, സാറിന്റെ ചാനൽ കാണാൻ സാധിച്ചത്. നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഞാൻ വേണമെങ്കിൽ സ്റ്റാറ്റസ് ആക്കിയ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. അതിനെ പറ്റി ഒന്നും അറിഞ്ഞുകൊണ്ടായിട്ടാണ് കുറെ ആൾക്കാർ പറയുന്നുണ്ട്. അല്ല, പറയുന്ന ഒരു സഹായം ചോദിക്കുക. ഞാനിപ്പോ പറഞ്ഞു നിങ്ങൾക്ക് പറ്റുന്നെങ്കിൽ ഞാൻ അതിനെ ഹെൽപ്പ് ചെയ്തു തരാം. പക്ഷെ ചെയ്യണം. സന്തോഷാണ്. കാര്യങ്ങൾ പറഞ്ഞുതരും, അത് നിങ്ങൾ ഫോളോ ചെയ്യാം. എങ്ങനെ എഡിറ്റ് ചെയ്യണം, ഷൂട്ട് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും. നല്ല മെഡിറ്റേഷൻ ഒക്കെ നന്നായിട്ട് കുറെ കഴിയുമ്പോ എന്റെ കോൺസെൻട്രേഷൻ ഒക്കെ പോകും. അന്നേരം പ്രാണനിലേക്ക് ഓരോന്ന് ചിന്ത വരും. അങ്ങനെ ആ സമയത്ത് എന്താ ചെയ്യേണ്ടത്? പ്രാണനിലേക്ക് ശ്രദ്ധിക്കുക. അതിന്റെ ഞാൻ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അതിന്റെ പ്രാണാസ്റ്റോൺ ഉണ്ട്. പ്രാണാസ്റ്റോണും കൊണ്ടാ ചെയ്യുന്നത്. അതെ 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 അതെ, അതാ ഞാൻ നോക്കിയത്. സ്റ്റോൺസ് ആണ് നിങ്ങളെ കയ്യിലുള്ളത്. സ്വതവേ ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്ന കിട്ടില്ല. അത് ചക്ര മെഡിറ്റേഷന്റെ പിന്നെ സ്റ്റോണാണ്. പ്രാണാസ്റ്റോൺ എന്നാണ് ഇതിന് പറയാ. എപ്പം ഇത് ഇപ്പോഴും ഞാൻ ഇത് കൈപ്പിടിച്ച് ഞാൻ മെഡിറ്റേഷൻ ചെയ്തത്. ഇത് ചെയ്യലുണ്ട്. അതിനൊക്കെ കുറെ നേരം ചെയ്തു കഴിഞ്ഞാൽ നല്ല വൈബ്രേഷൻ ഒക്കെ കയ്യിലും ഇങ്ങനെ ശരീരം മൊത്തം ഉണ്ടാവും. ആജ്ഞാചക്രത്തിലുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാവലുണ്ട്. ചിലപ്പോ എല്ലാം കഴിഞ്ഞാലും കണ്ണു തുറക്കാനും പറ്റൂല. അങ്ങനെയൊക്കെ അവസ്ഥകളൊക്കെ ഉണ്ട്, കുറെ ഉണ്ട്. പക്ഷെ എവിടേക്കോ എന്തൊക്കെയോ ഒരു അപാകതകൾ ഉണ്ട്. അതൊന്ന് നീങ്ങണം. ഓക്കെ, എന്തായാലും അത് കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും വലിയ പ്രോബ്ലം സംഭവിച്ചിട്ടുണ്ടോ? അതായിരിക്കും. കാലത്തൊക്കെ ഭയങ്കര പ്രോബ്ലമാണ്. എന്റെ അച്ഛനും അമ്മയ്ക്കും 10 മക്കളാ. ഓക്കെ, അതെന്തായാലും നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്കത് അതാ ഞാൻ പറഞ്ഞത്, എന്തിന്റെ റൂട്ട് കോസും ഇല്ല. ഇപ്പൊ എനിക്ക് ഹാപ്പി ആയി നിൽക്കുന്ന പറ്റുന്ന എന്താണെന്ന് അറിയാം. എൻ്റെ കുട്ടിക്കാലത്തുള്ള കാര്യങ്ങളെ ഞാൻ ആക്സെപ്റ്റ് ചെയ്ത് ഹീൽ ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഹാപ്പി ആയത്. അല്ല ഞാനിങ്ങനെ ചിരിച്ചൊന്നുമില്ല സംസാരിക്കും. ഞാൻ എപ്പോഴും ശോകമുഖമായിരിക്കും. എന്തുണ്ടെങ്കിൽ എല്ലാം ഉണ്ട്, പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയില്ല, ഒന്നും സന്തോഷിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ്. ഇപ്പോൾ എനിക്ക് ഉണ്ടായില്ലെങ്കിൽ എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കും. പക്ഷേ കാരണം ഞാൻ എൻ്റെ പാസ്റ്റിലെ റിഗ്രറ്റ് ഇല്ല, കുറ്റബോധമില്ല. വാട്ട് എവർ ഹാപ്പൻസ് ഇറ്റ്സ് ഹാപ്പൻസ്. സംഭവിക്കേണ്ട കാര്യമായിരുന്നു, അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ എന്ന രീതിയിൽ. അതായത് സംഭവിക്കേണ്ട കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്താണ് സംഭവിക്കുന്നത് അത് സംഭവിക്കാനുള്ളതായിരുന്നു. അതിനെ അംഗീകരിക്കുന്നു, അതിനെ ഞാൻ പൂർണ്ണമായിട്ട് ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ ഞാൻ ഇത് ചെയ്യാൻ പോവാണ്. അതാണ് ഞാൻ പറയുന്ന അഫർമേഷൻ. ഓരോ നിമിഷവും എന്തിനെ സംഭവിച്ചാലും ഓരോ നിമിഷവും ഞാൻ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ അഫർമേഷൻ ഞാൻ എപ്പോഴും ഹൃദയത്തിൽ കഴിച്ചു പറയും. എന്ത് തന്നെ സംഭവിച്ചാൽ ഞാൻ എപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്നെ എപ്പോഴും എന്ത് ഡൗൺ ടൈം ഉണ്ടാകുന്ന സമയത്ത് ഞാൻ എന്ത് തന്നെ സംഭവിച്ചു, വാട്ട് എവർ ഹാപ്പൻ, ഞാൻ എപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പൈസ ഇല്ലേ എന്നാൽ ഞാൻ ഉയർന്നുകൊണ്ടിരിക്കുന്നത്, ബന്ധങ്ങളില്ലേ എന്നാൽ ഞാൻ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്, എന്താവസ്ഥയും ഞാൻ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഒരിക്കലും എന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ ഉള്ളിലെ ഡിവൈൻനെസ്, ദൈവികത എന്നെ ഉയർത്തിക്കൊണ്ടിരുന്നതാണ്. അന്നേരം ഓക്കെ, അന്നേരം ഇതെല്ലാം കാര്യങ്ങൾ. അന്നേരം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതാണ് ഞാൻ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒരു ക്ലാസ്, ഫ്രീ ക്ലാസ് നമ്മൾ എന്തെല്ലാമാണ് കാര്യങ്ങൾ എന്നുള്ള ഞാനൊരു ഫ്രീ ക്ലാസ് നൽകുന്നുണ്ട്. നാളെ മറ്റന്നാളില്ല, ഒരു ഞായറാഴ്ച, ഈ വരുന്ന ഞായറാഴ്ച ഇന്നർ ചൈൽഡ് ഹീലിങ്ങിൻ്റെ ബ്ലോഗ്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ള ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞു. കണ്ണിനും ഓപ്പറേഷൻ കഴിഞ്ഞതാ. പക്ഷെ ഞാൻ ഡോക്ടർക്ക് അവസാനം ഓപ്പറേഷൻ അന്ന് വരെ ഒറ്റയ്ക്കാ പോയത്. ഓപ്പറേഷന് ഒറ്റയ്ക്ക് പോകാന്ന് പറഞ്ഞതാ. പക്ഷെ ഡോക്ടർ സമ്മതിക്കാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഒരാളെ കൂട്ടിക്കൊണ്ടുപോയതാ, മോളെ കൂട്ടിക്കൊണ്ടുപോയത്. 2 കണ്ണിനും ചെയ്തപ്പോഴും ആരും കൊണ്ടുപോയിട്ടില്ല. അപ്പം ഡോക്ടർ തന്നെ പറഞ്ഞു അപാര ധൈര്യമാണ്, കണ്ണിൽ മരുന്നിട്ടിച്ചിട്ടൊക്കെ അപ്പൊ തന്നെ പോകാറുണ്ടാല് അവന് കുഴപ്പമൊന്നുമില്ല. ഓപ്പറേഷൻ എനിക്ക് അത്ര പ്രശ്നം തോന്നിയിട്ടില്ല സാറേ. പക്ഷെ വീട്ടുകാര് സമ്മതിക്കണ്ടേ? ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് ഓരോ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റുന്നത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത്. ഇപ്പൊ കന്നഡയൊന്നും വേണ്ട വായിക്കാന്, കന്നഡ ഇല്ലാണ്ട് എല്ലാം വായിക്കുന്നത്, പേപ്പറൊക്കെ നിങ്ങളാണ് ഏറ്റവും വലിയ മാനിഫെസ്റ്റർ. ഓക്കെ, എന്തായാലും സന്തോഷം എല്ലാവരും സംസാരിക്കാൻ കഴിഞ്ഞതിൽ. നിങ്ങളുടെ ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഒരു മിനിറ്റ്,
നമ്മള് കരണ്ട് കെട്ടിയില്ല, അത് രാവിലെയാണോ കെട്ടുന്നത്? അല്ല, രാവിലെ കെട്ടാം, നമുക്ക് രാവിലെ കെട്ടാം, ഇല്ലെങ്കിൽ രാത്രിയും കെട്ടാം. ഇതിന് ഞാൻ പറഞ്ഞല്ലോ, ഇത് കെട്ടുന്നതല്ല, ഇതിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇത് നിങ്ങൾ റിമൈൻഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ ഡ്രീംസിലേക്ക് ഒരു 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 സ്പിരിറ്റാണ് അല്ലെങ്കിൽ ഒരു ഫയർ ഇത് നൽകുന്നതായിരിക്കും. അതാണ്. നമ്മള് ഫീൽ ചെയ്തിട്ടാണ് രാവിലെ കെട്ടുന്നത്. അതെ അതെ, അത് ചെയ്യുന്നത് നല്ലതാണ്. താങ്ക് യു സർ. ഓക്കെ, ഇത് വെച്ചിട്ട് പലരും ബിസിനസ്സിൽ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താ, ചൈൽഡ് കിട്ടുന്നത്. ഓക്കെ, ഇതെനിക്ക് പണം നൽകും. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ തെറാപ്പിയിൽ റിലേഷൻഷിപ്പിൻ്റെ ആണെങ്കിൽ റെഡ് കളർ ഉപയോഗിക്കാം, വെൽത്തിൻ്റെ ആണെങ്കിൽ പച്ച കളർ ഉപയോഗിക്കാം, ജോബിൻ്റെ ആണെങ്കിൽ നീല കളർ ഉപയോഗിക്കാം. കളർ തെറാപ്പിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇത് രണ്ടും കളർ തെറാപ്പിയിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, എന്നാലും സന്തോഷം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ശുഭരാത്രി. ദൈവം അനുഗ്രഹം. താങ്ക് യു സാർ. മോന്റെ കാര്യം മറക്കരുത് സാർ, പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാം. ശരി. സാറ് മുദ്ര എടുക്കുന്നുണ്ടോ? മുദ്ര എടുക്കുന്നില്ല, മുദ്ര ബുക്ക് സെല് ചെയ്യുന്നുണ്ട്. ആ ബുക്ക് തന്നെ മതിയാവും. ബുക്ക് തന്നെ കുറെ കാര്യം. ഞാൻ കൊറേ മുദ്ര പഠിച്ചതാ. അതെ, അങ്ങനെ ഇദ്ദേഹത്തിന്റെ നമ്പർ കൊടുത്തരാം, ഇദ്ദേഹത്തെ കൺസൾട്ട് ചെയ്യാം. നമ്പർ ഞങ്ങൾക്ക് വേണം. ശരി ബൈ. ഇതിന്റെ തെറാപ്പിയൊക്കെ ഞാൻ പഠിച്ചതാ. ഓക്കെ, സാർ അറിയോ എന്നറിയില്ല. ആരും വിടത്തില്ല. ശരി. ഓക്കെ, ബൈ.